ആ സമയത്തേ മെന്റലി ഒന്ന് ചെറുതായി ഡൗൺ ആയി, ഒരു ചെറിയ ഇഷ്യൂ വന്നപ്പോൾ. അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് വായിച്ചത് ഇതാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡെയിൽ കാർണേജിയുടെ ഹൗ ടു ഇൻഫ്ലുവൻസ് ഫ്രണ്ട്സ് ആൻഡ് പീപ്പിൾ. ഏതൊക്കെ സബ്ജക്ട് എടുക്കലിപ്പോ? ഞാൻ അക്കൗണ്ടിങ്, നിങ്ങൾക്ക് എടുത്ത സബ്ജക്റ്റുകൾ തന്നെ, അക്കൗണ്ടിങ്, കോസ്റ്റിങ്. ഞാൻ പണ്ടൊക്കെ 5 മണിക്ക് എണീറ്റ് പഠിക്കലുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ ആ ഒരു സംഭവമൊക്കെ പോയി. കാരണം ഒന്നാമത് നമ്മൾ ചിലപ്പോൾ ലൈഫിൽ കുറച്ചൊന്ന് സെറ്റിലായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ പോകും. നമ്മളെ ഇന്റർത്തെ എക്സാം കഴിഞ്ഞപ്പോൾ ആകെ കൺട്രോൾ പോയി. പിന്നെ കണ്ടന്റ് ക്രിയേഷനൊക്കെ ഒന്ന് സെറ്റ് ആയി വന്നതിന് ശേഷം പിന്നെ ഞാൻ CA ഇന്റർ പഠിച്ചപ്പോൾ എൻ്റെ അക്കൗണ്ട്സ് പഠിപ്പിച്ചു തന്നെ, അതേമാതിരി കോസ്റ്റിംഗും പഠിപ്പിച്ചു തന്ന സാറപ്പണെന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളെ ചാനലത്തെ ഫസ്റ്റ് വ്ളോഗ് ആയിക്കാരം. എന്താ അവസ്ഥ അറിയില്ല, ചിലപ്പോൾ അടിപൊളി ആയിക്കാരം, ചിലപ്പോൾ ബോറിംഗ് ആയിക്കാരം. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഇത് വെയിറ്റ് ലിഫ്റ്റിങ്ങിന്റെ ഇതെനിക്ക് വാങ്ങിയത് ജസ്റ്റ് ഒന്ന് പാളി, സൈസ് കൂടി പോയി, 7 ആയി. ഒറ്റക്ക് വർക്കൗട്ട് ചെയ്യില്ല അതോ പാർട്ണർ ഉണ്ടോ? പാർട്ണർ ഇല്ല, ഒറ്റക്കാണ്. അപ്പൊ നല്ല ഫോക്കസ് യൂട്യൂബിലാക്കി ഫുള്ള് ഒരു പോഡ്കാസ്റ്റ് സെറ്റപ്പിലൊക്കെ ഇങ്ങനെ ആക്കണമെന്നുണ്ട്. ഉഷാറാവട്ടെ, കാരണം യൂട്യൂബിലാവുമ്പോഴല്ലേ നമുക്കൊരു മെച്ചമുള്ളൂ ഫൈനാൻഷ്യലി. മറ്റേന്ന് കിട്ടും, മറ്റേ പ്രമോഷൻ അങ്ങനത്തെ പരിപാടികളൊക്കെ. അതിലും പിന്നെ ഈ എന്റർടൈൻമെന്റ് കണ്ടന്റ് ആവുമ്പോഴേ ഒക്കെ കുട്ടികളെ കയറി കാണുമല്ലോ. ഇതാവുമ്പോ കുറച്ച് വാല്യൂ കൊടുക്കണോണ്ട്. അറിയോ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലായത് ഞാന് ഗ്രൂപ്പിൽ മിഞ്ഞാന്ന് ഞങ്ങൾ വീഡിയോ ഉണ്ട്. ഞാൻ നമ്മളൊക്കെ ഒന്ന് നോക്കാനേ, ഞാനവിടെ MGമിലാണ്. നടക്കട്ടെ, ഫസ്റ്റിലെ ആശാന ജിമ്മ് തുടങ്ങുന്ന മൂപ്പരിട്ട വാമയ്യ. എന്താ അവസ്ഥ? എംജിമ്മ് മിഷനറീസ് ഒക്കെ ഇതിപ്പോ കുറച്ച് ലോക്കൽ മിഷനറീസ്, ലോക്കലി മെയ്ഡ് മിഷനറീസ് അല്ലേ, അവിടുത്തെ US മിഷനറീസ് ആണ്. അതായത് അതിൻ്റെ ഒരു വ്യത്യാസം, മെയിനായിട്ടുള്ള വ്യത്യാസമേ ഉള്ളൂ. മൊയ്ത്തായുണ്ട്, പക്ഷെ അത് ആഴ്ച ഒരു ദിവസമൊക്കെ ഉള്ളൂ. ആഴ്ചയിലോ? എല്ലാരും ഉണ്ടോ അവിടെ? എല്ലാരും ഒന്നുമില്ല. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാല് അവിടെ പിടിച്ചേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, നമ്മൾ ജിമ്മിന്റെ പോലെ അല്ലല്ലോ. ലീവായി കാരില്ല, ക്ലാസ് ഒന്നുമില്ലല്ലോ. ഇല്ലല്ല, എക്സാം ടൈം ആയില്ലേ. ഷെബീബിനെ കണ്ടിരുന്നു. ഷെബീബ് അവിടെ തന്നെയാണ്. പ്രൊവിൻസിലോ? അല്ല, ആർട്ടിഫിഷിപ്പ് ചെയ്യുന്ന അതിന്റെ അടുത്ത് തന്നെ ഉള്ള നൗഫൽ സാറോ ആരോ പേരുണ്ട് അവിടെ. ഓരോരുത്തരെ പല സ്ഥലത്തു നിന്നായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് ഇടയ്ക്കൊക്കെ. ഞാൻ സാധാരണ പുള്ളപ്പ് എന്നാ സ്റ്റാർട്ട് ചെയ്യല്ലേ, പുള്ളപ്പ്. എന്നിട്ട് പിന്നെ വെയിറ്റഡ് ഒന്ന് നോക്കാം നമുക്ക് കയ്യൊന്ന്. 2 സെറ്റും കൂടെ നോക്കി നോക്കാം, വെയിറ്റഡോ ട്രൈ ചെയ്ത് നോക്കാം. അല്ലാതെന്താ, കാരണം മറ്റേ ട്രൈ ചെയ്യാത്തോണ്ടാണ് കഴിയാത്തുണ്ടാവുക. ഞാൻ നോക്കിയില്ല. പുള്ളപ്പ് ചെയ്യല് കുറവാ, നേരെ ആ മെഷീൻമക്ക് പോലെയാണ്. ഞാന് അതിന് കുറവാണ്, കാരണം അവിടെ അതിന്റെ വേറൊരു മെഷീനാണുള്ളത്. ഈ മെഷീനല്ല, ഇതിന്റെ വേറൊരു ടൈപ്പ് മെഷീനാണുള്ളത്. മെഷീൻ പിന്നെ അധികം ചെയ്യലില്ല. ഇത് ഞാൻ മറ്റേ കോമ്പറ്റീഷന് വേണ്ടി വാങ്ങിയ. മറ്റേ ഊരവേദന ഉണ്ടാകാനോ? ഇതിനും സപ്പോർട്ട് കൊടുക്കാനേ. ഇത് ബെൽറ്റ് യൂസ് ചെയ്യില്ല, ഡെഡ് ലിഫ്റ്റ് ഒന്നും ചെയ്യുമ്പോ. അല്ലല്ലേ, വേറെ ഫുള്ള് മറ്റേ കളികളുണ്ടാവുള്ളൂ, ഹൈപ്പോട്രോഫിക്കുള്ള കളികളുണ്ടാവുള്ളൂ. സ്ട്രെങ്ത് കുറവാ.
ഇതിന് ചെയിൻ എന്തെങ്കിലും വേണം എന്നാലേ ആ ഇവിടെ ഉണ്ടാവോ മൂപ്പരോട് ചോദിച്ചു ചോദിച്ചോട്ടെ. നോക്കാം ഓക്കെ. വെയിറ്റഡ് പുള്ളപ്പ് ചെയ്യാനേ ഇതിന് വെയിറ്റ് തൂക്കാനേ ഇവിടെ ചെയിൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ, സാധാ സാധാ ചെയ്യാം. ഇതിന്റെ ഗ്രിപ്പ് എന്തോ ഒരു മറ്റേ ഗ്രിപ്പ് കുടിച്ച് ശീലമായതുകൊണ്ട് പോകുന്നില്ല. ഇനി പിന്നെ ചെയ്തല്ലേ ലാറ്റ് പുൾ ഡൗൺ അല്ലേ, ഇതുണ്ട്. ഡെഡ് ലിഫ്റ്റ് ചെയ്യലുണ്ടോ? ഡെഡ് ലിഫ്റ്റ് ചെയ്യലുണ്ട്, അതേപോലെ ബാർബിൾ റോ ചെയ്യലുണ്ട്. ഇത് അതിന്റെ ക്യാബിൾ വേരിയേഷൻ അല്ലേ. നമുക്ക് ഏതായാലും ലാറ്റ് പുൾ ഡൗൺ ചെയ്യാം ആദ്യം, എന്നിട്ട് ബാർബിൾ റോ ഫീഡ്ബാങ്ക് അങ്ങനെ ചെയ്യാം. ബോക്സ് ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റി ആണ്, യൂട്യൂബില് ക്രിയേറ്റർ ആണ്, CA ആണ്, CA സെമി ക്വാളിഫൈഡ് ആണ്. ആ നമ്മളങ്ങനെ പരിചയ. ദിവസമില്ല അവിടെ ഉണ്ട്. ഞാൻ കിടക്കുന്ന സമയത്തൊക്കെ, പിന്നെ ഇവിടെ പുതിയ സ്റ്റാർട്ട് ചെയ്തതല്ലേ, പിന്നെ ആവുന്നേ ഉള്ളൂ. അവിടെ എന്തായാലും യൂസ് ചെയ്യലുണ്ട്, അതിലുണ്ട് സംഭവം. വീഡിയോ എടുക്കുമ്പോൾ അതെ അതെ, അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ പിന്നെ ഒരു റീസൺ അതാണ്, ഏതായാലും വീഡിയോ എടുക്കല്ലേ. രണ്ടാമത് പിന്നെ ഇവിടെ പുതിയതല്ലേ, അങ്ങനെ യൂസ് ചെയ്യാൻ മാത്രമായിട്ടൊന്നും ഉണ്ടാവില്ല. റൂട്ടീൻ എങ്ങനെ? ഡെയിലി റൂട്ടീൻ എങ്ങനെ? ഇപ്പോ ഡെയിലി റുട്ടീന് മോർണിംഗ് ഒക്കെ റെഡി ആവുന്നുള്ളൂ. മോർണിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഇടയിൽ ആ നോമ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ റൺ ചെയ്യാനൊന്നും പോയില്ല. രാവിലെ ഉണ്ടായിരുന്നു കാർഡിയോ, ലൈറ്റ് കാർഡിയോ. കാരണം എനിക്ക് വർക്കൗട്ട് സമയത്ത് എന്തെങ്കിലും കാർഡിയോ സമയം കിട്ടില്ല, ഫുള്ളി സ്ട്രെങ്ത് ചെയ്യുന്നുണ്ട്. വീഡിയോ എടുക്കലുണ്ട്. ഓട്ടമായിട്ടല്ല, ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള കാർഡിയോ.
വർക്കൗട്ട് ചെയ്യാത്തതുകൊണ്ടേ ആ എന്തോ ഒരു മിസ്റ്റേക്ക് അല്ല, അതിൻ്റെ ഒരു കണക്ഷൻ, മസിൽ മൈൻഡ് കണക്ഷൻ കിട്ടാൻ ഒരു ബുദ്ധിമുട്ട്. പിന്നെ ജിമ്മ് മാറുമ്പോഴൊരു ചെറിയൊരു ഇതുണ്ടോ? ജിമ്മ് മാറുമ്പോഴും ചെറിയൊരു എസെൻട്രിക്കും സ്ലോ ചെയ്ത് ലാഡ്സിന് ഇതൊന്നും വരുന്നില്ല. അപ്പോൾ അവിടെ പ്രൊഫിൻസിലെ പ്രൊഫിൻസ് എവിടേക്ക് ക്ലാസ് എടുക്കണം? അപ്പോൾ അവിടെയും പെരിന്തൽമണ്ണ മലപ്പുറത്താണ്. ഞാൻ പിന്നെ പെരിന്തൽമണ്ണയും തൃശ്ശൂരും ഓൺലൈനിൽ എടുത്തിരുന്നു. പിന്നെ ഓഫ്ലൈൻ ക്ലാസ് ഇനിയിപ്പോൾ ഏതായാലും സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൂ. ബാച്ചൊക്കെ ഓൾറെഡി 2 ബാച്ച് കൂടെ ഫിക്സഡാണ് മലപ്പുറത്ത് ജൂൺ എൻഡില്. ബാക്കി CMA ഉണ്ട്. CAക്ക് സ്റ്റുഡൻറ് അഡ്മിഷൻ കുറഞ്ഞുണ്ടോ? സ്റ്റാർട്ടായിട്ടില്ല തോന്നുന്നു. അതായത് ഒന്ന് ഇവർ സ്റ്റാർട്ടിങ്ങിൽ പ്രൊമോട്ട് ചെയ്തില്ല, പ്രൊഫിൻസായി മാറിയപ്പോൾ. നമ്മളെ ഇത് മാറിയതിനു ശേഷം പിന്നെ ആകെ ഒരു ബാച്ച് ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് പ്രൊഫഷണൽ ആയതിനു ശേഷം പിന്നെ പുതിയ ബാച്ച് നിർത്തിയില്ല. CA ഫൗണ്ടേഷൻ ബാച്ച് എടുത്തില്ല. കാരണം CA ഫൗണ്ടേഷൻ ബാച്ച് എടുത്താലല്ലേ CA ശരിക്കും കുറച്ച് കുട്ടികളുണ്ടാവും. അല്ല, പക്ഷെ ഭരദ്വാജ് അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയി പോയില്ലേനോ? ഉണ്ടായിരുന്നു. പക്ഷെ മൂപ്പര് കുറച്ച് ഒരു ഫ്യൂച്ചർ പെർസ്പെക്റ്റീവില് ഇവിടുന്ന് മാറാന്നുള്ളതില്. അത് മാത്രല്ല, മൂപ്പര് ചെന്നൈ ബേസ്ഡാണ്. പിന്നെ മൂപ്പര് കുട്ടിയുണ്ടായി. അപ്പൊ പിന്നെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാനും വേണ്ടിട്ട് വെയിറ്റ് കൂട്ടിയാലോ? കൂട്ടാം. 45 ആക്കല്ലേ? ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ മൂന്ന് സെറ്റ് അടിക്കലുള്ളൂ. എത്ര അടിച്ച്? 12. 3 അടിക്കലുള്ളൂ. 4 അടിച്ചല്ലോ. ഞാൻ 10ന്റെ 4, 8ന്റെ ആണ് 5 അടിക്കും. അങ്ങനെയാണ്. അതേപ്പല്ല സെറ്റ് കൂടെ അടിച്ചു പോകാം. പോയൊന്നുമില്ല. എത്ര എക്സസൈസ് ഉണ്ട്? ഒരു 5 മാക്സിമം. അതിന് മുകളിലേ ഇല്ല. മറ്റേ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നു ശരിക്കും വർക്കൗട്ട്. 3 ദിവസം റെസ്റ്റ് ചെയ്യുന്നു. നല്ല വേനുണ്ടോ? ട്രൈസെപ്സിന് 2 അത്യാവശ്യം വേനുണ്ടായിരുന്നു. മാസ് റെസ്ലിംഗ് മാത്രമല്ലല്ലോ, മറ്റേ ഫൈറ്റിന് ഇറങ്ങിയാണ്. ഇവിടെ എന്താ അവസ്ഥ? അടിപൊളി ആൾക്കാരുണ്ടോ? അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ നാഷണൽ ഞാൻ പിന്നെ പോകുന്നില്ല. നാഷണൽ പോലൊക്കെ ഇന്ന് പോയി. ഞാൻ പോണില്ല. കാരണം ഒരട്ടം പോയതല്ലേ. ഇനിയിപ്പോൾ ആ ടൈറ്റിൽ തന്നെ കിട്ടാനുള്ളൂ. അതിന് മോൾക്കൊന്നും കിട്ടാനൊന്നുമില്ല. മാസ് റെസ്ലിംഗോ? മറ്റേ ഫൈറ്റ് പിന്നെ താല്പര്യം, അത് റിക്കവർ ആവാനുള്ള ടൈമൊന്നുമില്ല. അപ്പോഴത്തെ കഴിഞ്ഞിട്ടുള്ളല്ലോ. പ്രാക്ടീസും കുറവാണ്. അല്ല, അവിടെ എത്ര ആളുണ്ട്? ചാൻസൂര് ഒരു ആവറേജ് 10 ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാ സമയത്തും വരില്ല എന്നുള്ളൂ.
അന്നുള്ള സെയിം കൗണ്ട് ആൾക്കാരുണ്ട്. എനിക്ക് ഗ്രിപ്പ് ഇഷ്യൂ വരുന്നുണ്ടോ? ഇത്ര വൈഡൊന്നുമില്ല ഞാൻ സാധാരണ ഇത്ര വൈഡ് ഇല്ല. അത് ഒരു സുഖം കിട്ടണില്ല. കാരണം ക്ലോസ് ആക്കി പിടിച്ചിട്ട് ഈ ഒരു സാധനം വേണം, പക്ഷെ അത് കുറച്ച് ആവണം. അത് ഇതിന്റെ ചിലപ്പോ ഇതിന്റെ വേറെ ലിവറൊന്നും ഉണ്ടാവില്ലല്ലോ എക്സ്ട്രാ. ഇതുണ്ട്, അതിങ്ങനെ പിടിക്കണല്ലേ? ഇതുവരെ അടിച്ചില്ല. എത്ര വെയിറ്റ്? 15. നമുക്കൊരു 10 ഇട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. വെയിറ്റ് കൂട്ടിയാ വരെ. ഏതിലിപ്പോ യൂസ് ചെയ്യല്? ഇങ്ങനല്ലേ? ഇതല്ലല്ലോ, ഞാൻ ഇങ്ങനെ പിടിക്കല്. അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ. ഉണ്ട്. അത് ഡെഡ് ലിഫ്റ്റ് പോലല്ലോ ഇങ്ങനെ നിക്കണ. 8-10 മതി. അതാ പറഞ്ഞത് 10 മതിന്ന്. ഇത് മറ്റേ ടീ ബാർ റോന്റെ പകരം അതായിരിക്കും, എനിക്കറിയില്ല. ടീ ബാർ ഞാൻ ചെയ്തിട്ട് പോരെ. അപ്പർ ബാക്കിനാണ്, അതല്ലല്ലോ. ഇത് അപ്പർ ബാക്ക് അല്ല, കറക്റ്റ് ലാറ്റ്സ് വരാം. ചെറിയ വെയിറ്റ് ഉണ്ടോ അതോ ഇത് മതിയോ? ഞാൻ എന്തായാലും വെയിറ്റ് 2.5 എനിക്കിപ്പോഴാണ് ലാഡ്സ് ഒന്ന് ഫീൽ ആയത്. മറ്റേ ഗ്രിപ്പ് റെഡി ആവായിട്ടാണോന്ന് അറിയില്ല. മേ ബി അങ്ങനെയാ ഉണ്ടാവാ. ഫോം എന്താ അവസ്ഥ? ഫോം കറക്റ്റ് ആണോ? ഫോം കറക്റ്റ് ആണ്. ഫോം ഒരുപാട് ഇങ്ങനെ
അത് പിന്നെ ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ചായിരിക്കും ചിലരുടെ പോസ്റ്റർ. ഇതിപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഐഡിയയിൽ ഇങ്ങനെയാണ് നിൽക്കണേ. ചിലർക്ക് കുറച്ച് വൈഡാവും, ചിലപ്പോൾ ഇതാവും. പിന്നെ കറക്റ്റ് നമ്മൾ നിൽക്കണ പോലെ ലോവർ ബാക്കിന് പ്രഷർ വരുന്നുണ്ടോ ചെറുതായിട്ട്? അതൊന്നും അത് ചിലപ്പോൾ ഒന്നും കൂടി കുഞ്ഞു നോക്കിയോണ്ട് പിന്നെ അതുകൊണ്ടാണ്. എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണ്ടിട്ടോ അടുത്തിലൊക്കെ. നമുക്ക് ഇത് ചെയ്യാത്തോണ്ടാരോ ഒരു ലോവർ ബാക്ക് സ്ട്രെയിൻ ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഫീൽഡിലേക്ക് വരണം, സെൽഫ് ഇംപ്രൂവ്മെന്റ്. നിങ്ങള് ഞാന് എങ്ങനെ ഇതിലേക്ക് വന്നത്? ഇതിലേക്ക് എങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ, അതായത് ഫിറ്റ്നസ്സിലേക്കാണോ മൊത്തം അല്ലെങ്കിൽ മൊത്തം ലൈഫ് മൊത്തത്തില് എങ്ങനെയൊക്കെ വന്നു നമ്മളെങ്ങനെ പറയാം, ഒരു വൈത്തിരിവ് ഉണ്ടാവല്ലോ. വൈത്തിരിവായിട്ടൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒന്നാമത് എന്താ വെച്ചാല് നമ്മൾ ചെറുപ്പം മുതലേ നമുക്ക് ഭയങ്കര ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഒരുപക്ഷെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആവാം, അല്ലെങ്കിൽ മറ്റുള്ളവരൊരു ബുള്ളിങ് ആവാം. ഒന്ന് നമ്മൾ അത്യാവശ്യം വീക്കാണ്, പിന്നെ നമ്മളുള്ളിൽ കണ്ടീഷൻ എല്ലാം ഏകദേശം. അതായത് നമ്മളൊന്ന് ഫിസിക്കലി വീക്കാണ്, പിന്നെ സോഷ്യലിയും കുറച്ചൊരു വീക്ക് പോയിന്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു നമുക്ക് ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവില്ലേ എന്തെങ്കിലും ആവണം എന്താവണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ ചില ആൾക്കാർക്ക് മറ്റേ വിചാരമാണ് നമുക്ക് ഒരിക്കലും ഇതാക്കാൻ പറ്റില്ല. എനിക്ക് നേരെ തിരിച്ചായിരുന്നു. എൻ്റെ ഉള്ളിൽ എപ്പോഴും ഞാൻ സംഭവമാണ്, അത് എനിക്കറിയാം, മറ്റുള്ളവരെ മനസ്സിലാക്കണ്ടേ. രണ്ട് മെന്റാലിറ്റിയാ. നല്ല ചെയ്യണ്ടോ? ഇത് വേണമെങ്കിൽ വെയിറ്റ് കുറച്ചോളാം. നമ്മള് 2.5 കൊടുക്കാണ്ടിയോ? അത് 10 നോക്ക്. അതായത് സ്ട്രെയിൻ എടുക്കണ്ട, ഒന്നും ചെയ്യാത്ത ഡ്രോപ്പ് ആയിട്ട് ഉദ്ദേശിച്ചതോ? ഡ്രോപ്പ് അല്ല, 10 മതി. അനക്ക് അന്റെ ഇതാട്ടോ, അനക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര വെയിറ്റ് കൊടുക്കുക. നമ്മൾ വെറുതെ മറ്റേ ഈഗോലിസ്റ്റ്. അതെ അതെ, അതായിട്ട് കാര്യമില്ലല്ലോ. അല്ല എന്റെ ഒരു ഇതില് പറയുമ്പോഴേ ഞാന് ഇങ്ങനെ ജിമ്മുക്കൊക്കെ വന്ന് ഇങ്ങനെയുള്ള സാർമാരെ ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ ചോദിച്ചത്. അതൊന്നും എന്താ വെച്ചാല് നമുക്ക് എല്ലാ മേഖലയിലും ഒരു ഇത് വേണമെന്നുള്ളതുകൊണ്ട്. ഇപ്പോ എന്താ പറയാ, ചിലര് രണ്ടും ഓപ്പോസിറ്റ് ആണല്ലോ. നല്ല പഠിത്തം അങ്ങനത്തെ ഫീൽഡ്. പക്ഷെ എനിക്കിപ്പോ അത്
അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. അതായത് നമുക്ക് feel ആയില്ല. പക്ഷെ പുറത്തുനിന്ന് നോക്കണ പുറത്തുനിന്ന് മേ ബി ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. പക്ഷെ എന്താ വെച്ചാല് ഈ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇത് റിയലൈസ് ചെയ്യും. ഇത് മാത്രമല്ല, ഇപ്പം നമ്മളെ ബോക്സിംഗ് ക്ലബിലും അതേപോലെ ജിമ്മിലൊക്കെ കുറച്ച് മെഡിക്കൽ സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവര് തന്നെ ആ ബോക്സിംഗ് ക്ലാസ്സിലുണ്ട് ഒരാള്. ഇപ്പോൾ MBBS കഴിഞ്ഞ് PG ക്ക് വേണ്ടി എൻട്രൻസിന് വേണ്ടി ട്രെയിൻ ചെയ്യാന്. പിന്നെ നമ്മളെ ജിമ്മിൽ കുറേ മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ ഇവരൊക്കെ വരുന്ന ഫൈനൽ ഇയർ ഒക്കെ ആവുന്ന സ്റ്റാർട്ടിങ്ങില്ല. അത് ഒന്നാമത് എന്താ പ്രശ്നം വെച്ചാൽ ആ ഒരു ഏജിൽ നമ്മൾ അത്യാവശ്യം എല്ലാവരും ഒരേപോലെ ആയിരിക്കും, ഒരു ഫിറ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് പോകണമെന്ന് തോന്നില്ല. പിന്നെ ലൈഫ് കയ്യിൽ നിന്ന് പോയിട്ടായിരിക്കും അവരിതിലേക്ക് വരാൻ നോക്കുന്നത്. അപ്പോഴത്തേക്കും ഫാറ്റ് ലിവർ ഡയബറ്റീസ്. അതെ, അപ്പോഴത്തേക്കും ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയി എന്നല്ല, പിന്നെയും ടൈം ഉണ്ട്. എന്നാലും നമ്മളെ മെയിൻ ടൈം ഏകദേശം കഴിഞ്ഞു തുടങ്ങി. നമ്മൾ പിന്നെ ശരിക്കും ഓൾറെഡി വീക്ക് ആയതുകൊണ്ടേ അത് ശരിക്കും ഒരു നമ്മളെങ്ങനെ പറയാ, അത് ശരിക്കും നമ്മളെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ട് മാറി എന്നുള്ളത്. കാരണം വീക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. ഇതിലേക്ക് നേരത്തെ വന്നതുകൊണ്ട് അത്രയും നല്ലതായി. ഇനി അന്റെ പറഞ്ഞു വർക്കൗട്ട്. ഇതിപ്പോ ഇന്ത്യയിൽ വരുന്ന ഒരു പുള്ളപ്പും ബാർബൽ റോയും പറഞ്ഞു. അന്റെ വരുന്ന ലാറ്റ് പുള്ളും വന്നു. ഇനി അന്റെ ബാക്കിൽ വരുന്നൊരു കളി പറഞ്ഞു. ടീ ബാർ ഉണ്ട്. ആ ടീ ബാർ ഇപ്പൊ നമ്മൾ ചെയ്യണമില്ല. ബാർബൽ റോ ചെയ്ത് എനിക്ക് തോന്നുന്നു സെയിം സാധനമാണോ കുഴപ്പമില്ല. റിയൽ ഡെൽറ്റ് ഞാൻ ഷോൾഡറിലൊപ്പം കളിക്കല്. അത് വേണമെങ്കിൽ കളിക്കാൻ പറ്റും. ഞാൻ ക്യാബിളിൽ കളിക്കല്. അതുണ്ടാവും, ശ്രഗ്സ് ഉണ്ടാവും. ശ്രഗ് ഞാൻ ഷോൾഡറിൽ കളിക്കാം. അതെന്തായാലും ഞാൻ ഷോൾഡറിൽ കളിച്ചിട്ടുണ്ട്. എല്ലാ വർക്കൗട്ട് ഇതിലുണ്ടാവും, കംപ്ലീറ്റ് വർക്കൗട്ട്. അപ്പോൾ നമുക്ക് ഏത് വർക്കൗട്ടാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്ത വർക്കൗട്ട് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നോർമൽ ബാക്ക് ഡേ വരുന്നുണ്ടാവുക. ഇതാ വെയിറ്റും റെപ്സ് ഒക്കെ ചെയ്തേക്കും. ഇപ്പോൾ മെഷീനിൽ ബെൻഡ് ഓവർ റോ അടിച്ച് എത്ര റെപ്പാണ്, ഇതാ 5 ഇതിലടിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളപ്പ് അടിച്ചു, വെയിറ്റ് ഇട്ട് പുള്ളപ്പ്, പിന്നെ ഡെഡ് ലിഫ്റ്റ്, അങ്ങനെ കറക്റ്റ് നമ്മളിത് അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ തന്നെ അനലൈസിസിൽ പോയി കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗണിൽ അടിച്ച് നമ്മൾ ഈ മാസം ഏതൊക്കെ വർക്കൗട്ട് ഏതിനൊക്കെ എത്രയൊക്കെ കളിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ചെസ്റ്റിനാണ്. ചെസ്റ്റ് കുറച്ച് വീക്ക് ആയതുകൊണ്ട് ചെസ്റ്റിന് കുറച്ച് കൂടുതൽ വർക്കൗട്ട് ചെയ്യും. അങ്ങനെ ആയിട്ട് ഫിറ്റ് നോട്ട്സ് അത് പലതും ഉണ്ടാവും. ഫിറ്റ് നോട്ട്സ് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അല്ലല്ല, പ്രൊമോഷനായിട്ട് നോക്കണ്ട, ഒരുപാട് ആപ്സ് ഉണ്ടാവുമല്ലോ. ഇത് ഫിറ്റ് നോട്ട്സ് ഞാൻ ഇത് എടുത്തു നോക്കി. ഇത് വളരെ സിമ്പിളാണ്. സിമ്പിളാണെന്ന് കഴിഞ്ഞാൽ ഓവർ കോംപ്ലിക്കേറ്റഡ് അല്ല. നമ്മള് ഏതാണ് വർക്കൗട്ട് പക്ഷെ ഇതിൽ കറക്റ്റ് എന്താ വെച്ചാൽ നമ്മൾ ഏത് വർക്കൗട്ടാണ് ചെയ്യുന്നത് അതിന്റെ പേര് ചെയ്തേക്കണം, ഏതിനാണ്. പിന്നെ പേര് ചെയ്തേക്കാൻ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഏതെങ്കിലും വർക്കൗട്ടിന്റെ പേര് അറിയില്ലെങ്കിലും നമ്മുടെ മൈൻഡിൽ വരുന്ന സാധനം എഴുതിച്ചാണ് ഇന്നതാണെന്ന് നോക്കുള്ളൂ, ഏതിനാണെന്നുള്ളത്. ഇനിയിപ്പോ അത് നിന്റെ വർക്കൗട്ടിലാന്ന് കഴിഞ്ഞാലേ മെഷീൻസ് ഒക്കെ ഡിഫറെന്റ് ആയതുകൊണ്ടാണ് പ്രശ്നം. ഡെഡ് ലിഫ്റ്റ് ചെയ്യണോ? ഡെഡ് ലിഫ്റ്റ് വേണമെങ്കിൽ നോക്കാം. ചെയ്യലുണ്ടോ? ചെയ്ത് നോക്കാം. ഡെഡ് ലിഫ്റ്റ് നമ്മൾ ചെയ്യില്ലല്ലേ? ഡെഡ് ലിഫ്റ്റ് ചെയ്യാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ ഡംബിൾ റോയിങ് ചെയ്യല്ലേ, അത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. പിന്നെ ഇതിലൊക്കെ ഉണ്ടായി, ഇതൊക്കെ ഞാൻ പഴയ ജിമ്മിൽ മെഷീൻ ഉണ്ടായിരുന്നു. ഈ സാധനം ഇത് ബൈസ് ഇതും കൂടെ ഇൻവോൾവ് ആണ്. ഇത് സംഭവം എങ്ങനെയാണ്, സംഭവം ഇങ്ങനെയാണോ തോന്നുന്നു. ഇങ്ങനെ എനിക്ക് ഇതിങ്ങനെ ഇല്ല, പിടുത്തം കിട്ടുന്നില്ല. സിംഗിളാ? മേ ബി സിംഗിള് കാണലുണ്ടല്ലേ, ചിലപ്പോൾ അതായിരിക്കും. ഇവിടെ ടീ ബാർ ഉണ്ടല്ലേ, ഇത് കടന്നിട്ടുള്ള ടീ ബാറാ? ഇവിടുത്തെ മെഷീൻസ് നിങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. അത് ഉണ്ടായിരുന്നു, നമ്മൾ പഴയ ജിമ്മിൽ ഉണ്ടായിരുന്നു കുറെ മുന്നേ.
പക്ഷെ ഇത് മോൾക്കല്ലേ ഇത് മോൾക്കല്ലേ മേ ബി ആയിരിക്കാം. സീറ്റഡ് ഡ്രോ സീറ്റഡ് റോ നേരെ ഞാൻ ചെയ്യല്. ഒന്നെങ്കിൽ ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം. 3 ഗ്രിപ്പ് ഉണ്ട്. സിംഗിൾ ആ ഡംബിൾ റോന്റെ വേരിയേഷൻ ആയിരുന്നല്ലോ ഇപ്പൊ. അത് ചെയ്യലെന്നാ ഡംബലിന്റെ ഡംബൽ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നതല്ലേ, ഒന്ന് ഇത് മാത്രല്ലേ. നമുക്ക് ഡെഡ് ലിഫ്റ്റ് ചെയ്യണോ? ഡെഡ് ലിഫ്റ്റിന് അടിയിൽ സ്ഥലല്ലേ? ഇവിടെ താഴെ വേറെ ഉണ്ടോ? ഞാൻ വല്ല വെയിറ്റ് ഉണ്ടല്ലോ, നെക്കിന് ഇഞ്ചുറി ഉണ്ടാവലുണ്ട്. ലൈറ്റ് ആയിട്ട് ചെയ്താൽ മതി. ഞാൻ എപ്പോഴും സ്ട്രഗ്സ് ചെയ്യുമ്പോ നല്ല വെയിറ്റ് എടുത്തോണ്ട് ഒരു ടിക്കറിന് സൗണ്ട്. പിന്നെ സ്ട്രഗ് ചെയ്തപ്പോഴോ ഒരു വട്ടം. പിന്നെ എല്ലാ പ്രാവശ്യവും ഹെവി വെയിറ്റ് എടുക്കുമ്പോൾ വേദന വന്നു. ഈ കളറും ഒരു സുഖമില്ലാത്ത കളറല്ലേ, ഈ നീല് പച്ചയൊക്കെ ബ്ലാക്ക് ആക്കി. പക്ഷെ ഈ സാധനം സ്റ്റാൻഡേർഡ് ഉണ്ട്. ഈ സാധനം നല്ലതാ, കാരണം നമ്മളെ ജിമ്മിൽ ഇല്ലാത്ത സംഭവമാണ്. വലിപ്പം തന്നെ ഉള്ളൂ. 20 kg ആണ്. ഇപ്പൊ 40, ഇത് 20 ഉണ്ടെങ്കിൽ 60 ആയിട്ടുള്ളൂ. സ്റ്റാർട്ടിംഗ് വെയിറ്റ് ആയിട്ടുള്ളൂ. അങ്ങനെ കൂട്ടി കൊണ്ടുവരാ. ഇങ്ങനെ പിടിച്ചല്ല ഉണ്ട്. ഞാൻ ശരിക്കും വെച്ചാൽ നമ്മൾ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാലേ, ഫുൾ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് അത് ചെറിയ പ്രശ്നമാവും. മസിൽ ഇൻബാലൻസ് വരെ സാധ്യതയുണ്ട്. ഞാൻ കുറച്ച് മുന്നേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ പോകുന്നൊക്കെ ഇങ്ങനെ പോകും, ഗ്രിപ്പ് കയ്യിൽ നിന്ന് പോകുന്ന കാണുമ്പോൾ മാത്രം മാറ്റി പിടിക്കുള്ളൂ. ഇത് 20 kg ഉണ്ടോന്ന് ഡൗട്ടാണ്. ചെറുതല്ലേ? പക്ഷെ അതല്ല, വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. വീഡിയോ അറിയില്ല. അതെ. എത്ര ഉണ്ട്? 20 കൂടെ. എത്ര തെറ്റാണ് അടിക്കണേ? അതൊന്നും അറിയില്ല. 20 പോന്ന് പോവാ. kg ഉണ്ടോ? അപ്പം 80, 100.
100 kg ആയിക്കണം ഇപ്പൊ. പോവാറില്ല. ബെൽറ്റ് ആണോ? എനിക്ക് ഇവിടെ വലിയ പേടിയില്ല, ഇവിടെ പേടി. ആ വെയിറ്റ് കൊടുക്കണോ? നോക്ക്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ, കാരണം മറ്റേ ഗ്രിപ്പ് എനിക്ക് കിട്ടിയില്ല. പണിയാണെങ്കിൽ അവിടെ ഇടും. ഞാൻ അങ്ങനെ പിടിക്കല്ലേ. പണി എന്തായാലും അടിച്ച് എന്തായാലും അടിച്ച് മറ്റേ പെട്ടെന്ന് കിട്ടണില്ല. ഇതും കൂടി ഉണ്ടാവുമ്പോ ഏതാണ് ഈ സാധനം ചുറ്റുമ്പോഴേ ഇത് കയ്യിൽ നിന്ന് പോലല്ലോ ഇപ്പൊ. അല്ല, ഇങ്ങനെ രണ്ടും വേറെ പോലെ ചുറ്റുന്നു. ബ്രെയിന് മനസ്സിലാക്കണില്ല എങ്ങനെ പിടിക്കേണ്ടി, കൺഫ്യൂഷൻ വരിക. ഞാൻ ഇനി അടിക്കും. ഞാനേ ഒരു 5 kg കൂടെ ഉണ്ട്. അതേ 5 ഉണ്ടോ? ഇവിടെ ഫുള്ള് കാർഡിയോ ലെഗ് മാത്രല്ലേ? പക്ഷെ ഇവിടെ പ്രൈസ് കൂടുതലാണ്. പ്രൈസ് കൂടുതലാണ്, 2 സംതിങ് ഒക്കെ. അത് എങ്ങനെ കുറച്ച് ആൾക്കാർ വെച്ചാൽ ഞങ്ങൾക്ക് 1500 പറഞ്ഞു. അതായത് ആ ജിമ്മിന്ന് ഇങ്ങോട്ട് വരാറുണ്ട് കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇത്ര ആൾക്കാർ വന്നു കഴിഞ്ഞാൽ 1500 എങ്ങനെ ചോദിച്ചു. അപ്പൊ 1500 ചിലപ്പോ അത്ര ആൾക്കാരായതുകൊണ്ടേ 8 ആൾക്കാരോ 10 ആൾക്കാരോ ഉണ്ടാവാൻ പറഞ്ഞു. ഓ മറ്റവനുണ്ടല്ലോ നേരത്തെ കണ്ടേ, ഓനവിടെ ജിമ്മിലുണ്ടായിരുന്നു. അവിടുന്ന് കുറെ ആൾക്കാർ അവിടെ ഫിറ്റ് പ്രോലൊക്കെ ഉണ്ട്. കുറെ ആൾക്കാർ ഓനവിടെ ഇതിലും വന്നിന്, ബോക്സിനും ഉണ്ടായിരുന്നു. മൊയ്തായിക്ക് ഞാൻ പോയിന്റെ ശേഖർ. അയ്യോ പോയിന്റെ ഈ പോയിന്റെ ഓന അത് വന്ന് ഒരാഴ്ച 2 ആഴ്ചയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ തന്നെ പഞ്ചൊന്നും പഠിക്കാത്ത, പഞ്ചൊക്കെ പഠിക്കേണ്ട 1 മാസം പിടിക്കുമല്ലോ അവിടെ. ബോഡി പെട്ടെന്ന് വരണം അവരൊക്കെ രീതിയിൽ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പണിയാണ്. പെട്ടെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിർത്തും. ഞാനൊക്കെ ഒരു പക്ഷെ കൺസിസ്റ്റന്റ് ആയത് അതുകൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ ഞങ്ങൾ 7 പേരാ ജോയിൻ ചെയ്തു. എൻ്റെ അനിയനും ഉണ്ടായിരുന്നു. ഞങ്ങള് വേറെ 4 പേര് 4-5 അത്യാവശ്യമായി. 2019 സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കൊറോണ വന്നു. പ്ലസ് ടു കഴിഞ്ഞിട്ടല്ല, ഇത് കഴിഞ്ഞേക്കുന്നു. CMA കംപ്ലീറ്റ് ആയിരിക്കും. ഫൈനൽ കഴിഞ്ഞിട്ട്. അതായത് ഞാൻ ഫൈനലിന് പഠിക്കണ സമയത്ത് എൻ്റെ ക്ലാസ്സിൽ സാറുണ്ടായിരുന്നു. മൂപ്പര് ജിമ്മിന് പോലുണ്ടായിരുന്നാ തോന്നുന്നു. മൂപ്പര് ടീഷർട്ട് ഇട്ടതല്ലേ, അപ്പൊ ജിമ്മിന് പോലുണ്ടാ തോന്നുന്നു. കാരണം ജിമ്മിന് പോകുന്നവരാണല്ലോ സാധാരണ ടീഷർട്ട് ഫ്ലെക്സ് ചെയ്ത് തരുന്നത്. പിന്നെ അതേപോലെ നമ്മൾ മറ്റേ കളി ടർഫൊക്കെ വെക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് വീഴും, കാരണം ബോഡി ഭയങ്കര വീക്ക് ആയതുകൊണ്ട്. പണ്ട് മുതൽ എന്തുണ്ട് പോകണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് ടൈം കിട്ടൂല. അല്ലെങ്കിൽ പിന്നെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ അന്ന് ഉറപ്പിച്ച CMA ഫൈനൽ കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞാൽ ഞാൻ പിറ്റേ ദിവസം പോകുന്നു. ഫൈനൽ എക്സാം കഴിഞ്ഞ് അന്ന് രാത്രി 7 ആയപ്പോൾ വീട്ടിലെത്തി. അന്ന് തന്നെ ചങ്ങായിമാരും കൂട്ടി 4 ജിമ്മോ 3 ജിമ്മോ നമ്മൾ പോയി ചോദിച്ചു ഫീസ് എങ്ങനെയാണ്. അതിൽ ഏറ്റവും ഫീസ് കുറവുള്ള മൂപ്പരെടുത്തിരുന്നു. ഇപ്പം നമ്മൾ മുകളിൽ ട്രെയിനർ ഉണ്ടില്ലേ, മലബാർ ജിമ്മ് പറയും. പിറ്റേ ദിവസം തന്നെ അവിടെ പോയി തുടങ്ങി. ഞാൻ പിന്നെ കൺസിസ്റ്റന്റ് ആയിരുന്നു. ആ ജിമ്മ് കൂട്ടിയതിന് ശേഷം വേറെ ജിമ്മിക്ക് മാറി. പക്ഷെ ആ ജിമ്മിലെ ട്രെയിനർ അവിടെ എന്താ വെച്ചാൽ വെയിറ്റ് എടുക്കാനായിരിക്കും നമ്മുടെ ട്രെയിനർ. എന്നോട് ഇങ്ങനെ അറിയാം, ഇത് ആകെ എത്ര ഉള്ളൂ, ഇത് എങ്ങനെ അത്ര വെയിറ്റ് എടുക്കുക വെച്ച്. നമ്മൾ ലെഗ് പ്രസ് മെഷീൻ അറിയില്ലേ, സിമ്പിൾ സംഭവമാണ്. അതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. ആ ഒരു ഗ്രാവിറ്റിന്റെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് എത്ര വെയിറ്റ് എടുക്കാം. അതിലൊരു ദിവസം 90 കിലോ അടിച്ചതിന് ചീത്തറിന്.
പിറ്റേ ദിവസം ഞാൻ അവിടെ നിന്ന് ജിമ്മ് മാറി കിട്ടുന്നു. അല്ല അത് എക്സ്പീരിയൻസ് അതിന്റെ ശേഷം അതോ? എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ അതിന്റെ മുന്നേ 2 കൊല്ലം മറ്റോടത്തുണ്ട് ജിമ്മില്. ഇവിടെ ഏകദേശം 1 കൊല്ലമായിരിക്കും ജിമ്മില്. പിന്നെ എനിക്ക് അത്യാവശ്യം ലെഗ് അത്യാവശ്യം നല്ല വെയിറ്റ് പോകും. ഞാൻ അത്യാവശ്യം വെയിറ്റ് എടുക്കലുണ്ട്. പിന്നെ ലെഗ് പ്രസ്സും കൂടിയാണ്, അതായത് അത്യാവശ്യം അയിമ തന്നെ അതുണ്ട്. അയിമ തന്നെ ഉണ്ട്. പിന്നെ അത്യാവശ്യം സേഫ് മെഷീനുമാണ്. ഇത് എനിക്ക് പരിചയമില്ലാത്തോണ്ടായിരിക്കും ഇത് കിട്ടുന്നില്ല. ഇത് 110 ഇത് ചെയ്യേണ്ടി ചെയ്താൽ മതി. ഇല്ലെങ്കിൽ വേണ്ടി വെയിറ്റ് കുറച്ച് ചെയ്തു. ഒന്നൊക്കെ ചെയ്തു. ഒന്ന് ചെയ്ത് നോക്ക്. എങ്ങനെയാണ്? ഇത് മടക്കണം എന്തിനാ വെച്ചാലേ നമ്മള് വേസ്റ്റ് ചെറുതായതുകൊണ്ട് വലിയ ആൾക്കാർക്ക് ഇട്ടാണ്. അപ്പൊ മടക്കി എല്ലാ ജിമ്മിലും ഇതിന്റെ ഞാൻ ഇതേ വാങ്ങിയതാ. ഞങ്ങൾ ജിമ്മിൽ ചെറുതുണ്ട്, അത് മാത്രമേ എനിക്ക് ഫിറ്റ് ആവുള്ളൂ. ചില നേരത്തെ ആരെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പണിയാവാൻ തുടങ്ങി. അതിന് ടൈറ്റ് ആക്കാം. എൻ്റെ ഇത് വേണ്ടേ? അതിട്ട് എങ്ങനെ പിടിച്ചാൽ ഓക്കെ. ഫോം കറക്റ്റ് ആയിരുന്നു, ഫോമിലൊന്നും പ്രശ്നമല്ല. എനിക്ക് ഹെവിയിൽ ലിഫ്റ്റ് വരുന്ന സമയത്ത് ചെറുതായിട്ട് ഫോം ഔട്ടാവലുണ്ട് എടുക്കുന്ന സമയത്ത്. പിന്നെ അതിൽ പിന്നെ ശ്രദ്ധിക്കൂലെന്നുള്ളൂ. ശ്രദ്ധിക്കാൻ കഴിയില്ല. കുറെ റെഡി ആക്കലുണ്ട്. കൂട്ടുണ്ട്. ഇത് നമ്മളത് 3ാമത്തെ ആയിട്ടുള്ളൂ. $110 നമുക്ക് 120 ആക്കിയാലോ? എങ്ങനെ 25 ടൈം നമുക്ക് 20 അല്ല, അപ്പോൾ സെയിം വെയിറ്റ് ആരോ ഒരു 2 10 കൊടുത്തിട്ടാ മതി. മറ്റേ 5 ഉരുക്കാണ്ടല്ലേ? 25 കിട്ടിയാണ്ട് പിന്നെ 5 ഇടാം അല്ലേ? അതായത് ഉദ്ദേശിച്ചത്. ഏതൊക്കെ സബ്ജക്ട് എടുക്കല്? ഞാന് അക്കൗണ്ടിങ്. നിങ്ങൾക്ക് എടുത്ത സബ്ജക്റ്റുകൾ തന്നെ അക്കൗണ്ടിങ്, കോസ്റ്റിങ് ഉണ്ടോ? കോസ്റ്റിങ് ഞാൻ CA മാത്രം എടുക്കലുള്ളായിരുന്നേ. കഴിഞ്ഞത് മുതൽ CMA എടുക്കാൻ തുടങ്ങി. ഈ കുട്ടികളെ ഉണ്ടാവുമ്പളേ ഈ ആൾക്കാരുടെ ഇടയിൽ നിന്ന് സംസാരിക്കാനുള്ളത് എങ്ങനെ റെഡിയാക്കാം? അതിപ്പോ എങ്ങനെ റെഡിയാക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കലി നമ്മൾ റെഡി ആവലാണ് അതിലേക്ക് ഇറങ്ങിക്കാണ്ട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടോ. അല്ലാതെ ഞാനിപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനെങ്ങനെ വെച്ചാൽ ശരിക്കും ഞാൻ മനസ്സിലാക്കി എങ്ങനെ വെച്ചാൽ കംപ്ലീറ്റ് നമ്മൾ പ്രാക്ടീസ് പോയിക്കുക. ആദ്യമൊക്കെ ഞാൻ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ചെയ്തലായിരുന്നു. അവിടെ ആദ്യം ചെന്നിട്ട് എങ്ങനെ നിൽക്കണം, എന്ത് ചോദിക്കണം, എന്ത് പറയണമൊക്കെ ഫുൾ സ്ക്രിപ്റ്റ് ചെയ്ത് പഠിച്ചിട്ട് കാണാൻ പഠിച്ചു പോയിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ. അപ്പോൾ എൻ്റെ അടുത്തുണ്ടാവും നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്ക്രിപ്റ്റ് ചെയ്തില്ലേ, അതേപോലെ എഴുതി വെക്കലുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇതാക്കിയിട്ട് അന്നത് കാഷ്വൽ ടോക്കൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. സ്റ്റുഡൻസിനോട് കാഷ്വൽ ആയിട്ടൊന്നും സംസാരിക്കൊന്നുമില്ല. കാരണം സീരിയസ് തമാശയും കോമഡി അതിൻ്റെ അടിയിൽ ഇങ്ങനെ ജസ്റ്റ് ചെയ്യണേ. കാരണം ഈ ഹ്യൂമർ സ്കില്ല് പറഞ്ഞാൽ ശരിക്കും അതൊരു സ്കില്ല് തന്നെയാണ്. കാരണം ആൾക്കാരെ എടുക്കാനും കയ്യിൽ ഇതാക്കാനൊക്കെ അത് നമ്മളങ്ങനെ ഉണ്ടാക്കി എടുക്കല. അതായത്
ഞാൻ അതിന്റെ ഇടയിൽ ഒരു ബുക്ക് വായിച്ചിരുന്നു, ആ ടെഡ് ടോക്സ് പറഞ്ഞാണ്ട്. ടെഡ് യൂട്യൂബിലേക്ക് ഉണ്ടാവുമല്ലോ, ടെഡ് ടോക്സ്, TED ടോക്സ്. അപ്പോൾ ടെഡ് ടോക്സ് കണ്ടക്ട് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു, അയാളുടെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അയാളുടെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ടെഡ് ടോക്സ് പറഞ്ഞ്. ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ ബുക്ക് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ടിപ്സുകൾ കുറെ ഇതാക്കി തന്നെ, എങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെങ്കിൽ എങ്ങനെ പബ്ലിക്കായിട്ട് ഇന്ററാക്ട് ചെയ്യാന്നൊക്കെ ഉള്ളത്. അതുപോലെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെയിൽ കാർണിജിയുടെ ഔട്ട് ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ്. അതിന് കുറേ ടിപ്സ് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ശരിക്കും ഒരു കോൺഫിഡൻസ് വരുന്നത്, എങ്ങനെ ആൾക്കാരെ പരിചയപ്പെടണം. ഞാൻ ശരിക്കും സ്റ്റുഡൻസിനായിട്ട് ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ പേര് റിമൈൻഡ് വെക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അതായത് ഇപ്പോൾ ഒരാൾ അയാളുടെ പേര് വിളിച്ചപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പരിചയപ്പെട്ട് പോയിട്ടുള്ളൂ, പിറ്റേ ദിവസം വന്നുമ്പോൾ നമ്മൾ അയാളുടെ പേര് ഹിഷാം എന്തൊക്കെയുണ്ട് പറയുമ്പോൾ ശരിക്കും ഭയങ്കര കണക്ഷൻ വരും. കാരണം എന്താ വെച്ചാല് ഇയാൾ അതെ നമ്മളെ പേരായിരിക്കും, നമ്മളെ പേര് ഇയാൾ ഇപ്പൊ തന്നെ ഓർത്ത് വെക്കണ്ടോ. ചിലപ്പോ അയാൾക്ക് നമ്മുടെ പേര് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അയാൾ നമ്മളിത്രയും വാല്യുബിൾ ആയിട്ട് കാണുന്നുണ്ടല്ലോ എന്നുണ്ട്. അപ്പൊ ഞാൻ സ്റ്റുഡൻസിന്റെ ഇടയിൽ നല്ല യൂസ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ്. ചിലപ്പോൾ എനിക്കൊക്കെ നല്ല ഫീൽ ചെയ്തിട്ടുണ്ടാവും. കാരണം ഇതൊക്കെ ക്ലാസ്സിലേക്ക് പോവാ ഞാൻ സുഖം തന്നെ അല്ലേ ചോദിച്ചു ഞാൻ വെറുതെ. അന്ന് ശരിക്കും ഞാൻ സ്റ്റുഡൻസിന്റെ പേരൊക്കെ ഫോണിൽ എഴുതി വെക്കില്ല, ഓർമ്മ കിട്ടാൻ വേണ്ടി. കാരണം കുറെ സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ, ഓരോരുത്തരുടെ പേര് ഫോണിൽ അല്ല, ഞാൻ ഓരോ ക്യാഷ്വൽ ആയിട്ട് നിന്നാണ് ഇങ്ങനെ പേര് വെക്കുമല്ലോ, എന്റെ പേര് എവിടെയാണ്, സ്ഥലം എവിടെയാണ്, ഒരൊറ്റം ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് പിന്നെ ഞാൻ പോയിട്ട് ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ റെസ്റ്റ് എടുക്കുമ്പോൾ ഫോൺ വിളിക്കുമ്പോൾ പേര് ടൈപ്പ് ചെയ്ത് വെക്കാനായിരിക്കും, ഇയാള് ഇന്ന പേരാണെന്നൊക്കെ. അതേമാതിരി ഒരു കാര്യം, നിങ്ങളെ ഫോൺ ഇതുവരെ ക്ലാസ്സിൽ റിംഗ് ഇല്ല, ഫോണ് സൈലന്റ് ആയിരിക്കും. ഒന്ന് കാര്യമായിട്ട് ആരും വിളിക്കല്ല, രണ്ട് സൈലന്റ് ആയിരിക്കും. എനിക്ക് ഒന്നാമത് ഡിസ്ട്രാക്ഷൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അത് വേറെ ആൾക്കാരെ ഞാൻ കണ്ടില്ല, എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം അങ്ങനെ ഇമ്പോർട്ടൻസ് കോൾസ് ഒന്നും വരാനില്ല. അത് ഒരുപക്ഷെ ഞാൻ അങ്ങനെ കോൾ ചെയ്യാത്തോണ്ടായിരിക്കാം. അത് പിന്നെ ഓട്ടോമാറ്റിക്കലി ഇല്ലാതാവും. അത് ഞാൻ അതിലോ വായിച്ചേക്കുന്നത്, നമ്മൾ മൈൻഡ് ചെയ്യാതാവുമ്പോ ഇതുവരെ. കാരണം ഫുള്ള് സൈലന്റ് ആയിരിക്കും, ഫോണ് ഫുൾ ടൈം സൈലന്റ് ആയിരിക്കും. അതുകൊണ്ട് ഇപ്പൊ ആൾക്കാർക്ക് അറിയാം, ഇനി കോള് വിളിച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ അവരിത് ഞാൻ ഓഫീസിലോ വർക്കിലൊക്കെ വരാം. അത് നമുക്ക് വേറെ സുഖം കൂടിയാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൾ അടിച്ചു കഴിഞ്ഞാലും നമ്മൾ എടുക്കാതെ നിൽക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് പറയാം ഞാൻ ക്ലാസ്സിലായിരുന്നു അല്ലെങ്കിൽ വർക്കിലായിരുന്നു. കാരണം ആ സമയത്ത് നമുക്കൊരു ഡിസ്ട്രാക്ഷൻ വരാതിരിക്കാനും വേണ്ടിയിട്ട്. ചില ആൾക്കാരെ കണ്ടു ഇങ്ങനെ മണിക്കൂറോളം വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമല്ലോ ചെങ്ങന്മാരായിട്ട്. എനിക്ക് ഓവർ സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഓവർ സംസാരിക്കാൻ കഴിഞ്ഞാൽ കാര്യം എന്താണോ ഒരു പ്രൊഡക്റ്റീവ് അല്ലാത്ത സംസാരം ഉണ്ടാവുമല്ലേ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചായ അടിച്ചോ ഇത് മാസ് റെസ്ലിംഗിന് നല്ല ഉപകാരം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഞാൻ അതിന് വേണ്ടിട്ട് ഞാൻ ഡെഡ് ലിഫ്റ്റ് അധികം ചെയ്യലില്ലായിരുന്നു. മാസ് റെസ്ലിംഗിന്റെ സമയത്ത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ നമുക്കൊരു ഗോൾ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ നമ്മൾ നല്ല ഇമ്പ്രൂവ് ആവും. എങ്ങനെ പിടിച്ചല്ലേ, ഇങ്ങനെയാണോ അതോ എങ്ങനെയാണോ? ഇങ്ങോട്ട് ലോക്ക് ഇട്ട് കഴിഞ്ഞാലാണ് ഗ്രിപ്പ് നല്ലതായി കിട്ടുക. ഓക്കെ 120 അല്ല എന്റെ മാക്സിമം അല്ലേ? ഇതിട്ടാണ്ടോട്ടെ 130 അടിച്ചേക്കണ്. പക്ഷെ അത് ഇപ്പൊ മഞ്ഞപ്പിത്തൊക്കെ ആയി. പിന്നെ നമ്മള് അടിക്കാതെ പെട്ടെന്ന് ഒരു ദിവസം നമ്മളെ പഴയ മാക്സിമത്തേക്ക് പോകാൻ കഴിയില്ല. കാരണം ഞാൻ 150 അടിച്ച് തന്നെ ഒരു 3-4 അടിച്ചിട്ടുള്ളൂ. അതിലേറെ അടിച്ചില്ല. 3-4 പറഞ്ഞാൽ ഒറ്റ എണ്ണ അടിക്കുള്ളൂ. അതന്നെ കുറെ ഗ്യാപ്പ് വരലുണ്ട്. പൊരട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ. കാരണം ഒന്നാമത് ഡെഡ് ലിഫ്റ്റ് ഇതിൽ വർക്കൗട്ടിലില്ല. ഞാൻ ഇടക്ക് ബാക്കിന്റെ ലെഗിന്റെ കൂടെ ചെയ്യുന്നുണ്ട്. ഞാൻ പിടിക്കണത് ഗ്രിപ്പ് ശരിക്കും നമ്മൾ ഷോൾഡർ ലെവൽ എന്നാ പറയല്ലേ. അതായത് ഇത് എങ്ങനെയാ വെച്ചാൽ നമ്മള് കാലില്ലേ, കാലിന്റെ ജസ്റ്റ് ക്ലോസ് ആയിട്ട് തന്നെ, ഐ മീൻ കാല് ക്ലോസ് ചെയ്യാനല്ല, കാലിന്റെ ഒപ്പം തന്നെ പിടിക്കാനാ. ഫസ്റ്റ് ഗ്രിപ്പ്. ഞാൻ നിൽക്കുന്നത് തെറ്റാണ്.
രണ്ടാമത്തെ തീർച്ചയല്ലേ ഇത് കൊണ്ടേക്കണോ അവിടെ എങ്ങനെ ഇങ്ങനെ വെച്ചാൽ മതിയോ? ഇതിങ്ങനെ ചെയ്യ് വെയിറ്റ് എടുത്തേക്കാം. മറ്റേ അതിന് ഓൾറെഡി വെയിറ്റ് ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഈ വെയിറ്റ് ഇത് നിങ്ങൾ റബ്ബർ ആയതുകൊണ്ടാണ് പിടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല വെയിറ്റ് ഉണ്ട്. അത് ഇത് അതിനായിട്ടുള്ളതാണ് തോന്നുന്നുണ്ട്. ഇതിനായിട്ടുള്ളതല്ലേ ഷോക്കും. ഇനി ഇതാകുമ്പോ ഇടാനും കുറച്ചും കൂടെ സേഫ് ആണ്. ഈ സ്പോർട്സിന്റെ ഇതിലൊക്കെ മറ്റേ സാധനം ഉണ്ടല്ലോ, എന്താണ് സ്നാച്ചും കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഫുള്ള് ഇടുന്ന. ഇത് ഈ ഒന്നുള്ള ഉപ്പുണ്ടാവട്ടെ അതില്. കുഴപ്പമില്ല. സോൾട്ട് ഇൻടേക്ക് കൂടുതലൊന്നുമില്ലല്ലോ. സോൾട്ട് ഇൻടേക്കും കൂടുതലൊന്നുമില്ലല്ലോ. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എടുക്കും. ശരിക്കും എങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോഴത്തെ ഇവിടേക്ക് വായിച്ചാണ് കേട്ടോ. നമ്മൾ ശരിക്കും നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ സോൾട്ട് ഇൻടേക്ക് നമ്മൾ ഫുഡിലൂടെ വരുന്നുണ്ട്. മലയാളികളോട് പ്രത്യേകിച്ച് നമ്മൾ ഫുഡ് ഒരു പക്ഷെ നമുക്ക് അതിൽ സോൾട്ട് ഫീൽ ചെയ്യില്ല, ടേസ്റ്റ് ചെയ്യില്ല, പക്ഷെ അതിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് നല്ലതാണ്. അല്ലാത്ത സമയങ്ങളിൽ കുറേയൊക്കെ ഇൻടേക്ക് കുറക്കും ചെയ്യാം. കാരണം മറ്റേ വാട്ടർ റീറ്റൻഷനൊക്കെ വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൈസ ഇപ്പൊ നമ്മൾ ഏതൊക്കെ കഴിച്ചേ ഇതുണ്ടാവില്ലേ? അത് ചെയ്യാം, റോ ചെയ്യാം, എന്നിട്ട് നമുക്ക് പൈസ കൊടുക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ്, അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ടാണ് ഞാൻ മ്യൂസിക് ഉപയോഗിക്കാതെ വർക്കൗട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഉപയോഗിച്ചില്ല, ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചായതുകൊണ്ട്. അങ്ങനെ ഒരു പാർട്ണർ എനിക്കില്ല. ഞാൻ പിന്നെ സാധാരണ പാർട്ണർ കിട്ടണം, നല്ല പാർട്ണർ കിട്ടണം. ഞാൻ സാധാരണ ചൂസ് ചെയ്തില്ല. കാരണം വേറെ എന്താ പ്രശ്നം അറിയോ, എനിക്ക് തോന്നിട്ടോ ഓരോരുത്തർ ഇതായിരിക്കും. ഇവര് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി ചില സമയത്ത്. അപ്പൊ നമുക്ക് പിന്നെ ഒറ്റയ്ക്ക് എടുക്കാൻ പിന്നെ പറ്റാത്തൊരു, എനിക്ക് ചിലപ്പോൾ ആ സമയങ്ങളിൽ എപ്പോഴും സപ്പോർട്ട് വേണമെന്നുള്ള രീതിയിൽ തോന്നലുണ്ട്. ഞാൻ അതുകൊണ്ട് ഒഴിവാക്കുന്നത്. എനിക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല. സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടമല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 40 kg ചെസ്റ്റ് പ്രസ് അടിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ അടിക്കുന്നത്. അപ്പൊ ഒരാൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ മാക്സിമം ഫെയിലിയർ സേഫ് ആയിട്ടവിടെ വെക്കും. അതിന് വേണമെങ്കിൽ ഒരാളെ സപ്പോർട്ട് വാങ്ങാം. ചിലവര് ഭയങ്കര ദേഷ്യമാണ്. എത്ര എടുക്കല് ചെയ്യാം? നമ്മള് 12 or 14 സ്റ്റാർട്ട് ചെയ്യാം. എത്രയിലാ സ്റ്റാർട്ട് ചെയ്യലുണ്ട്? ഞാൻ 15 പോയത്. 15 നമുക്ക് 10 സ്റ്റാർട്ട് ചെയ്യാം. 15 വെച്ചാണ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യലോ? എന്നാ നമുക്ക് 15 സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അടിക്കുന്നുണ്ട്. ഞാന് എന്റെ കയ്യിൽ നോക്കിയാൽ മതി. 30 കിലോനൊക്കെ വെച്ചാണ് അടിച്ചിരുന്നത്. കാരണം ആ ലാസ്റ്റ് പ്രാക്ടീസിന്റെ സമയത്തിന് വേണ്ടിയിട്ട്. സിംഗിളും അല്ലേ. ഒരുമിച്ച് ചെയ്യാം. അവിടുന്ന് ഇങ്ങോട്ട് നിന്നിട്ട് അവിടെ നിൽക്കാം, അല്ലെങ്കിൽ പിന്നെ സെപ്പറേറ്റ് നിൽക്കും ചെയ്യാം. അതെ,
എത്ര ഏജ് എത്ര ഇപ്പോ 26ഓ 27 7 ആയോ 27 ഈ മാസം ലാസ്റ്റ്. ആ ഇരുപത്തഞ്ചെടുക്കേ ഇതൊന്നും കിട്ടോ. അവന് ഒറ്റക്കാണ്, ഹിന്റെ സെപ്പറേറ്റ് വർക്കൗട്ടാണ്. പാർട്ണർ ഉണ്ടായാല് ഗെയിംസ് കൂടാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ പാർട്ണർ ഉണ്ടായാല് ആ നമ്മൾ കുറച്ചും കൂടി പുഷ് ചെയ്യും. മറ്റേ ഒരാളും കൂടി ഉണ്ടാകുമ്പോ നല്ല പാർട്ണർ ആവണം. നല്ല പാർട്ണറാണ്. അങ്ങനെ ഒന്നുണ്ട്. പിന്നെ നമുക്ക് എന്താ വെച്ചാല് എനിക്ക് ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് പാർട്ണർ കൺസിസ്റ്റന്റ് അല്ല. പിന്നെ മാത്രമല്ല ഇതുവരെ നല്ലൊരു പാർട്ണർ കിട്ടിയിട്ടില്ല. കാരണം എന്താ വെച്ചാല് അത് വളരെ റെയറാണ് നല്ലൊരു പാർട്ണർ കിട്ടല്. കാരണം കിട്ടിയ പാർട്ണറൊക്കെ ഇതേപോലെ എന്തെങ്കിലും സംസാരം, പിന്നെ നമ്മളെ പോലൊരു ഡെഡിക്കേഷൻ വളരെ കുറവായിരിക്കും. ഡെഡിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ ഡെയിലി ആണ് എനിക്ക് സൺഡേ വരെ റെസ്റ്റ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്റെ സ്പ്ലിറ്റ് ചിലപ്പോൾ ചെസ്റ്റ് കഴിഞ്ഞാണ്ട് ഞാൻ അടുത്ത ഷോൾഡറിന് അടിക്കാനിരിക്കും. ഓനന്ന് സ്കിപ്പ് ചെയ്തോ. എനിക്ക് അടുത്ത് ഞാനിന്ന് ചെയ്യാന് ഇജാണോ ചെയ്യാന്? ഇജാണല്ലേ സ്റ്റാർട്ട് ചെയ്ത് എനിക്കറിയാം. നമ്മള് 10K അടിച്ചുട്ടോ. ആ അത് ഞാൻ കണ്ടോണ് യൂട്യൂബിലോ? അത് ശ്രദ്ധിച്ചില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചായി. അത് തന്നെ കറക്റ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ അതിന്റെ തലേ ദിവസം ഞാൻ നോക്കിയപ്പോൾ 9,000 സംതിങ് ഒക്കെ. കാരണം ഇത് അതിന്റെ അടുത്തെന്നോ ഒരു സ്റ്റോറി ഇട്ടീനാ തോന്നുന്നു. ക്ലോസ് ടു 10K എന്നോ അതോ അങ്ങനെ എന്തോ പറഞ്ഞാണ്ട് എനിക്കറിയില്ല. ഏതാ ഞാൻ നോക്കിയിരുന്നു. അല്ല ഇൻസ്റ്റാഗ്രാം പോട്ടെ, യൂട്യൂബ് പക്ഷേ 2 മാസം ആയിട്ടുള്ളൂ. 10K അടിച്ച്. അപ്പൊ അങ്ങനെ നമ്മളതേ മൈൻഡ് സെറ്റില് അതില് കണ്ടന്റ് കുറവാ മലയാളത്തില്. ആഡ് സ്റ്റാർട്ട് ചെയ്തോ? ആഡ് അക്കൗണ്ട് ഓപ്പൺ ആയി. എൽബോക്ക് ചെറിയ പ്രശ്നമുണ്ട്. ഈ ഡംബൽ സെറ്റ് അല്ലേ? ഇത് നല്ല രസമുണ്ട്, പിടിക്കാൻ നല്ല സുഖമുണ്ട്. നമ്മളിതിലെ ഒരു ഗ്രിപ്പ് ഒരു സുഖമല്ലായിരുന്നു. ഇത് എനിക്കിഷ്ടമല്ല. ഇതാണ് നല്ല രസമുണ്ട്, പിടിക്കാൻ നല്ല ഗ്രിപ്പും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ടീച്ചിങ് ചെയ്യുമ്പോ അങ്ങനെ മോൾ അതോറിറ്റി അങ്ങനെയൊക്കെ ഉണ്ടാവില്ലല്ലോ? അതായത് പ്രഷർ ഇതുവരെ അങ്ങനെ ഒരു പ്രഷറായിട്ട് തോന്നിയിട്ടില്ല. നമ്മളെ ഇഷ്ടത്തിന് അതായത് എങ്ങനെയാ വെച്ചാൽ ഇവര് പറയും ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ചെയ്യേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളോട് ഇങ്ങനെ അവർ റെസ്ട്രിക്ഷൻ പറഞ്ഞു വെച്ചിട്ടോ, ഇത്ര അവർ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പറയും ചെയ്യൽ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കിങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനില്ലല്ലേ, മാക്സിമം ട്രൈ ചെയ്യാന്ന് പറയും. അപ്പോൾ ഇതുവരെ കിട്ടുന്നത് വെച്ചാൽ അവർ നമ്മളെ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അസാഫ് സാർ പിന്നെ അങ്ങനെ ആയിരുന്നേ. അസാഫ് സാർ എന്താ എത്ര വെച്ചെടുത്തുള്ളൂ പറഞ്ഞിട്ട് അതിന് റീസൺ ഉണ്ട്. മൂപ്പര് അതിനനുസരിച്ചുള്ള പേയ്മെന്റ് ആയിരുന്നു മൂപ്പരെടുത്ത്. അപ്പോൾ പക്ഷെ അതാകുമ്പോൾ എന്താ പറയുക, സ്റ്റുഡൻസിന് ടീച്ചേഴ്സിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ബെനിഫിറ്റ് ഇല്ലെങ്കിലും സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നല്ല ബെനിഫിറ്റ് ആയിരുന്നു. ഞാൻ പിന്നെ അതായിരുന്നു ഒരു ഇത് കൊടുത്തിരുന്നു. എന്നെ സംബന്ധിച്ച് എൻ്റെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റിയാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു ബെനിഫിറ്റ് അല്ല, മോണിറ്ററി ബെനിഫിറ്റിനേക്കാൾ എനിക്കൊന്നും കൂടെ ഇമ്പോർട്ടൻസ് സ്റ്റുഡൻസിന് വാല്യൂ കൊടുക്കാൻ കഴിയണം എന്നായിരുന്നു. നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയാണ് എല്ലാ ടീച്ചർമാരും.
എവിടെ? വീഡിയോ എടുക്ക്. ആ ആ കണ്ണട പിന്നെ ആ ആ ആ ആ ആ അതിൻ്റെ അടുത്ത് ഫ്രൂട്ട്സും കട ഉണ്ടോ? ആ ഉള്ളിക്കായിട്ടോ? ആ ഞാൻ സാധാരണ ഞാനിപ്പോൾ ചെയ്യൽ എങ്ങനെയാ വെച്ചാൽ ഞാൻ ചെയ്യുന്നത് പറഞ്ഞുതരാം. ഞാൻ ഡംബിൾക്കുകളും ഹാമർക്കുകളും റിവേഴ്സുമാണ് ചെയ്യല്. 3 ചെയ്യലുള്ളൂ. അതെ ഞങ്ങൾ രണ്ടെണ്ണം. ആ ഒന്ന് പീച്ചർ ആ പ്രീച്ചറോ ടീച്ചർ മനസ്സിലായി. 2 കടന്നാണ്ട് ഇംഗ്ലൈൻ വെച്ചാണ്ട് കൈ ബാക്ക് കയറാം. ആ മനസ്സിലായി. കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ട് ഞാൻ ചെയ്യുന്നത് ചെയ്ത് നോക്കണം. വെറൈറ്റി ഏതാണ്? സാധാ ഡബിൾ കേൾ ഒന്ന് ഇരുന്നാണ്ട് ചെയ്യല്. പക്ഷെ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ROP ആണ് ചെയ്യല്. റിവേഴ്സ് പിരമിഡ് കയറി റിവേഴ്സ് ഓർഡർ പിരമിഡ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം നല്ല വെയിറ്റ് പിന്നെ അതായത് 10 സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 10 7 പിന്നെ 8 7 6 7 ഒരു സെറ്റായി. ഒരു സെറ്റിൽ 21 വരും. അല്ല മനസ്സിലായില്ല, അങ്ങനത്തെ വെയിറ്റ് ആളുണ്ടോ? അതല്ല ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പൊ വെയിറ്റ് പറയുമ്പോ 10 7 5 ഇവിടെ 10 നമ്മളവിടെ 10 8 6 ആയിരുന്നു. ഓക്കെ 10 കണ്ടിട്ടില്ല. നമ്മളവിടെ എങ്ങനെയായിരുന്നു 10 8 6 ആണ്. അപ്പൊ എങ്ങനെ വെച്ചാൽ 10 7 പിന്നെ അടുത്ത അതിന്റെ താഴെയുള്ള ഏതാണ് 7 അങ്ങനെ ഒരു സെറ്റിൽ 21 വരുന്നതുകൊണ്ട് 3 സെറ്റ് ഞാൻ അടിക്കല്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഫസ്റ്റ് ടൈം ആകുമ്പോൾ എന്തായാലും നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഇത് ഞാൻ ഇതിൽ 8 ഇതിൽ 10 ആണ് ചെയ്തു. കാരണം 3 വെയിറ്റില്ലല്ലോ A ചെയ്യാൻ. സാധാരണ 3 വെയിറ്റിൽ A ചെയ്തു പോലെ ഞാൻ 10 ചെയ്തു കേട്ടോ. 10 ചെയ്തു. പിന്നെ നമുക്ക് വെയിറ്റ് കൂട്ടേണ്ടി വരും കേട്ടോ, അത്രേ ഉള്ളൂ. ബൈസെപ്സ് അല്ലെങ്കിൽ എനിക്ക് ചെറിയ വീക്ക് പോയിന്റ് അറിയാൻ പറ്റില്ല. എനിക്ക് ഇതില് കുഴപ്പമില്ലാതെ പോലെ ഉണ്ട് നോക്കട്ടെ. ആ ചെയ്തു. കാല് കുറച്ചും കൂടി ക്ലോസ് ആക്കി പിടിച്ചോളൂ. കർവ് ചെയ്യണ്ടല്ലോ ഇതിൽ തന്നെ അടിച്ചാൽ മതി. ഇല്ലല്ല പ്രശ്നമല്ല. റബ്ബറിന്റെ ഇടണ മാതിരിയല്ല. കിട്ടല്ലേ? ഈ ഡംബൽ കേളില് എന്റെ ട്രെയിനർ പറഞ്ഞതാണ്. ഇതൊന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയോണ്ടി എന്താ സംഭവം. എന്താ വെച്ചാൽ നമ്മൾ ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ബൈസിമെന്ന് പോയിട്ട് ട്രൈസിമെക്ക് വരും. അപ്പോൾ ഫുള്ളി എക്സ്റ്റെൻഡ് ആണെങ്കിൽ തൊട്ട് മുന്നേ നിർത്തണം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടും ഇങ്ങനെ ലോക്ക് ആക്കരുത്. അപ്പോൾ ഷോൾഡർമേക്ക് വരും. അപ്പോൾ കുറച്ച് ആ ബൈസ് മാത്രമേ തന്നെ ഷോൾഡർ മൂവ്മെന്റ് വരാത്ത രീതിയിൽ ചെയ്യണം എന്നിട്ട് പറഞ്ഞേ. അത് പിന്നെ ഇതില് ഞാൻ മനസ്സിലാക്കി വേറൊന്നുണ്ട്. ഓരോരുത്തരുടെ ബോഡി കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനനുസരിച്ച് അതുണ്ട്. ഇത് മാത്രമുണ്ട് ഹാഫ് വെയിറ്റ് ആയിട്ട്. ഏറ്റവും ബെറ്റർ ഇതാണ് ഫുള്ളായിട്ട് ചെയ്യുന്നത്.
കോഫി ഉണ്ടോ? കോഫി ഉണ്ട്. ഞാൻ കോഫിന്റെ ഇതൊക്കെ യൂട്യൂബിൽ പറഞ്ഞു കൊടുത്തിട്ടേ ഒരു ചങ്ങായിക്ക് പാനിക് അറ്റാക്ക് ഒക്കെ വന്ന് പറഞ്ഞു. പാനിക് അറ്റാക്ക് ഓവർ കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. കാരണം എനിക്കും ഫസ്റ്റ് ടൈം എടുത്തപ്പോ ഉണ്ടായില്ലേ. ഞാൻ അതും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും പറഞ്ഞു കൊടുത്തു. ഞാൻ രണ്ടും ഒപ്പം ചെയ്തിട്ടുണ്ടാവും. സീനാണ്. ഞാൻ ഫസ്റ്റ് ടൈം പ്രീ വർക്കൗട്ട് എടുക്കണേ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്താണ്. നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഫസ്റ്റ് ടൈം പ്രീ വർക്കൗട്ട് എടുക്കുന്നത്. അത് ഞങ്ങളോട് പറഞ്ഞിരുന്ന അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ ഇല്ലല്ലോ, ഞാൻ എടുത്ത ഫസ്റ്റ് ടൈം അതായിരുന്നു. അന്ന് ഇതേപോലെ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മളാ ഹെവി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നം. അതായത് പ്രീ വർക്കൗട്ടിൽ ബീറ്റാലാനി പറഞ്ഞിട്ടുള്ള കണ്ടന്റ് ഉണ്ട്. അത് ഒരു ടിംഗ്ലിംഗ് ഇഫക്റ്റ് ആകാം ഫസ്റ്റ് ടൈം ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മളെന്താ പറയുക, ഒരു രോമാഞ്ചം എന്നൊക്കെ പറയില്ലേ, അതിന് കുറച്ചൊരു ഹെവി ആയിട്ടൊരു സൂചിമുനായിട്ട് കുത്തുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ അത് വാങ്ങിയ സമയത്ത് ഏതെങ്കിലും ബ്രാൻഡ് എനിക്ക് ഓർമ്മയില്ല, നല്ല ഡോസ്. അതിന് 1 സ്കൂപ്പാണ്, അതിൻ്റെ സെർവിങ് സൈസ് 1 സ്കൂപ്പാണ്. ഞാൻ ആ 1 സ്കൂപ്പ് ഇട്ട് പോയി. എനിക്ക് ഇതുകൊണ്ട് കുടിച്ച് കഴിഞ്ഞിട്ട് ആകെ കംപ്ലീറ്റ് പോയി. അപ്പോൾ ഞാൻ ഫേക്ക് പ്രൊഡക്റ്റ് ആയിരിക്കും, കാരണം ഓൺലൈനിൽ വാങ്ങിയല്ലേ, ഫേക്ക് പ്രൊഡക്റ്റ് ആയിരിക്കും ഇതുവരെ യൂസ് ചെയ്യാതെ. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാനത് കുറച്ച് യൂസ് ചെയ്യാൻ തോന്നി. അങ്ങനെ എന്ത് ചെയ്ത് ഏകദേശം കുറച്ച് ടൈം കഴിഞ്ഞു, 1 മാസം 2 മാസം കഴിഞ്ഞാൽ ഞാനതിൽ ചെറിയ സ്കൂപ്പിൻ്റെ ചെറിയ സൈസ് കുറച്ചാണ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ നല്ല എഫക്റ്റീവായി തോന്നി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു എക്സ്പയറി കഴിഞ്ഞ പോലെ അത് ആകെ കട്ടടിക്കാനൊക്കെ തുടങ്ങി. അല്ല, അന്ന് ഉറക്കം കിട്ടാതായോ? അന്നത്തെ ദിവസം ഉറക്കം കിട്ടാതായിട്ടൊന്നുമില്ലായിരുന്നേ, പക്ഷേ ഭയങ്കര, കാരണം ഉറക്കം കിട്ടാതെ കഫീനാണല്ലോ ഉറക്കം കിട്ടാതെ. കോഫി ഞാൻ പണ്ട് മുതലേ എടുക്കലുണ്ട്. കാരണം കഫീൻ ഉണ്ട്, പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് കഫീൻ കുറച്ചും കൂടി എൻ്റെ ബോഡി ടോളറേറ്റ് ചെയ്യും. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല കോഫി എടുക്കും. രാത്രി പഠിക്കാനായാലും രാവിലെ എണീറ്റായാലും അങ്ങനെ ഒരു പക്ഷേ ബോഡി ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോഴും എനിക്ക് തന്നെ ഞാൻ ഇത് പ്രീ വർക്കൗട്ട് എടുത്തു തരാം. അതിലൊരു 100 mg 150 mg ഒക്കെ ഉണ്ടാവും. രാത്രി 7 മണിക്കൊക്കെ എടുക്കാം. എനിക്ക് പ്രശ്നമല്ല, എനിക്ക് സെറ്റായി. ഞാൻ ഫസ്റ്റ് ആ ഇന്റർ പഠിച്ച ടൈമിൽ ഞാൻ ഇതിനെ കുറിച്ച് നോക്കുന്നത്. അങ്ങനെ ഞാൻ ആ ഗുളിക വാങ്ങിയത് ഫസ്റ്റ് ദിവസം എടുത്തിട്ട് അന്ന് രാത്രി കുറെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ ഉറക്കമൊന്നുമില്ല. എനിക്കിപ്പോ ഇടയ്ക്ക് ഉണ്ടാവില്ല, ഇടയ്ക്ക് പറഞ്ഞാൽ വളരെ ലേറ്റ് ആയിട്ടൊക്കെ ഹെവി ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ പ്രശ്നം വരുന്നുണ്ട്. അല്ലാതെ ഇനിയിപ്പോ നമ്മള് കുറച്ച് നേരത്തെ എടുത്താലേ നമ്മളെ ഡീപ് സ്ലീപ്പ് പോകും പറയുന്നുണ്ട്. നമ്മളറിയില്ല. പക്ഷെ അതെ, അങ്ങനെ ഉണ്ട്, നമ്മളറിയാതെ പോകും. കാരണം എന്താ വെച്ചാൽ ആ ഡീപ് സൈക്കിൾ ഉണ്ടല്ലോ, ആ ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസം വരും. അത് ഞാനിപ്പോ അടുത്തൊരു ഏതൊന്നിലും വായിച്ചിട്ടുണ്ട്, ഒരു റിസർച്ചിന് എന്തിലും വായിച്ചിട്ടുണ്ട്. അത് ഞാനിന്റെ പാൻറ് എന്തെങ്കിലും ഇളകിയായിരുന്നു. $12.5 നോക്കിയാലോ? ഇന്റെ ലാസ്റ്റ് സെറ്റാണ്, 3 സെറ്റ് അടിക്കലുള്ളൂ. ഇത് അത്യാവശ്യം ഇതില്ലേ, പണിയില്ലേ? ആദ്യത്തെ സെറ്റ് അതെ അതെ, പക്ഷെ നല്ല ഒരു ഇഫക്റ്റ് തോന്നും. ബൈസെപ്സ് ഒക്കെ എന്റെ വീക്ക് മസിൽ തന്നെയാണ്. ബൈസെപ്സ് എന്റെ വീക്കാണ്.
അത്യാവശ്യം ടയേർഡ് ആയിക്കണേ. റേഞ്ച് ഓഫ് മോഷനൊക്കെ പോയി. ഫെയിലിയർ. എത്ര പോണ്ട്? 5 4 ഫസ്റ്റ് 5 പോയിട്ടുള്ളൂ, പിന്നെ 4 ഒക്കെ പോയിട്ടുള്ളൂ. കാരണം 5 ആവുമ്പത്തിനും കയ്യിൽ നിന്ന് പോവാണ്. പിന്നെ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. 12.5. മൂന്നാമത്തല്ലേ? ലാസ്റ്റ് വെയിറ്റ് വെക്കണ്ടില്ലേന്ന്. ഇനി ഇതേ സാധനമാണ് ഞാൻ ഹാമർ കോളും ചെയ്യുന്നത്. ഹാമർ കോൾ കുറച്ച് വെയിറ്റ് കുറവാ പോലെ ഈ സാധനം. ഹാമർ ഇതിനല്ലേ? ഹാമറിൽ 2 വരും. ഇവിടെ ഏതോ മസിൽ ഇതിപ്പം അതിന്റെ മേജർ ആണോ തോന്നുന്നു. ഇത് ഏതൊക്കെ ചെയ്യലേ? പ്രീച്ചർ കോളും ഒന്ന് മുമ്പക്ക് ഒന്ന് ബാക്കിക്ക്. 2 അല്ല 2 ഹെഡ് വരും. ഇങ്ങനെ വരുമ്പോ വേറെ ഹെഡ്, ഇങ്ങനെ വരുമ്പോ വേറെ തന്നെ. 2 ഹെഡല്ലേ ഉള്ളൂ. ബൈസെപ്സ് 2 ഉള്ളൂ. അപ്പൊ ഇതും സംഭവം തന്നെ. ഇതിപ്പോ ഒരു ഹെഡ് അടിച്ച് ഹാമർ കോളിലാകുമ്പോ അടുത്ത ഹെഡായിരിക്കും. അത് നിന്നാണ്ടല്ലേ അടിച്ചല്? ഇരുന്നാണ്ടന്നെ? ഞാൻ ഇരുന്നാണ്ട് അടിക്കല്. നിന്നാണ്ട് അടിക്കാം. ഞാൻ ഇരുന്ന് അടിക്കണം എന്താ വെച്ചാല് എനിക്ക് ബാക്ക് ചെറിയ, കാരണം ഓവർ വെയിറ്റ് എടുക്കുമ്പോൾ ഞാൻ ബാക്കിന് സ്ട്രെയിൻ കൊടുക്കുന്നോണ്ടാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ ഇരുന്നാണ്ട് ഇരിക്കുമ്പോ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? ഇരുന്നുകാണ്ടോ പമ്പോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. നിന്നാണ്ട് കുറച്ച് വെയിറ്റ് കൂടുതൽ പോകുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടാ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ബാക്കിന് എനിക്ക് സ്ട്രെയിൻ വരുന്നുണ്ടാവുക. 12.5 എടുക്കുക. വെയിറ്റ് ഞാൻ ഏതായാലും 10 സ്റ്റാർട്ട് ചെയ്യുന്നില്ല. 7.5 സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ തന്നെ ചെയ്യല്. അതാ ഞാൻ പറഞ്ഞു 7.5 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? പുതിയ ഓരോ വഴികൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. ഇതെങ്ങനെ വെച്ചാൽ ഞങ്ങൾക്കവിടെ വർക്കൗട്ട് കാർഡ് ഉണ്ട്. അത് വർക്കൗട്ട് കാർഡിൽ ഇങ്ങനെ വർക്കൗട്ട് മാറി വരും 3 മാസം കഴിയുമ്പോൾ. അപ്പൊ അതിൽ ഇടയ്ക്ക് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യലുണ്ട്. ഇത് നമ്മളെ തീരുമാനിച്ചതാണ്. ഞങ്ങളെ തീരുമാനിക്കും. അപ്പൊ എന്താ വെച്ചാല് നമ്മള് വെറൈറ്റി മാറ്റി പിടിക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇത് തോന്നും. നമ്മളിപ്പോ സാധാരണ 10, 8 അല്ലെങ്കിൽ 12, 10, 8 അങ്ങനെ അടിച്ചു പോവാണെങ്കിൽ കുറെ കഴിയുമ്പോൾ നമുക്ക് വലിയൊരു സ്ട്രെയിൻ ഇല്ലാത്ത പോലെ അഡാപ്റ്റ് ആവും.
ഇവിടെ മുകളിൽ ബോക്സിങ്ങിന് എന്തോ ഉണ്ട് തന്നെ ഒന്ന് പോയേക്കാം മുകളിലേ. ആ അതല്ലേ മോളില ഇവിടെ ഫെൻസിങ് എന്തോ. എവിടെ ഈ റൂമിലോ? ഞാൻ കണ്ടില്ല, വീഡിയോയിൽ എന്തൊക്കെ കണ്ടിന്, ഫെൻസിങ് കണ്ടിന്. ഇത് കഴിഞ്ഞ ഫുഡ് കഴിക്കാൻ പോകല്ലേ? ഫുഡ് കഴിക്കണമെങ്കിൽ കഴിക്കാം. ചെറുതായി ഞാനേ വേണമെങ്കിൽ പോവാ. ഞാൻ എന്താ ചെയ്ത് കഴിഞ്ഞാൽ നേരെ മറ്റൊരു പോകണം കരുതുന്നുണ്ട്. നമുക്ക് ചെറിയ ചായ എന്തെങ്കിലും കുടിക്കാം. പ്രോട്ടീനുള്ള എന്തേലും ഷവായ ചെറുതായിട്ട് നോക്കാം, ചെറുതായിട്ട് നോക്കാം. ഞാനെന്താ അറിയോ, ഞാൻ മറ്റൊരു പോകണം കരുതുന്നു, മറ്റേ നമുക്ക്. എവിടെ? എംജിമോ? അതെന്താ വെച്ചാൽ അവിടെ ഒരു കമ്പനിയായി. അപ്പോൾ ഓലെ ഇങ്ങനൊന്നും കണ്ടിട്ടില്ലെങ്കിലുള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഈ ഒരു പ്രശ്നമൊന്നും ആദ്യം ഇല്ലായിരുന്നു കേട്ടോ. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൈൻഡ് ഓഫ് ഭയങ്കര ബോൺഡ്നെസ്. നിങ്ങള് ഗസ്റ്റാണ്, നിങ്ങള് ഗസ്റ്റാണ്. അങ്ങനെ നോക്കണ്ട, നമുക്ക് ഫുഡ് കഴിക്കാനാണെങ്കിൽ പിന്നൊരു ദിവസം വേണമെങ്കിൽ പോവാം, ഒന്നുമില്ല. നമുക്ക് നോക്കാം, ടൈം ഉണ്ട് നോക്കാം. എന്താ വെച്ചാലേ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി മാറി. ഞാനെങ്ങനെ വെച്ചാല് പ്രശ്നമായില്ല, ഞാനെങ്ങനെ വെച്ചാല് കുറച്ചൊക്കെ ഇന്റർവ്യൂട്ട് ആളുകളെ കാണുമ്പോൾ സംസാരം എന്നൊക്കെ അല്ലാതെ ഭയങ്കരമായിട്ടൊരു ബോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഡെയിലി അവരെ കാണണം, സംസാരിക്കണം, അങ്ങനെ സാധനം എനിക്ക് ഉണ്ടാവില്ലേ. അവിടെ ഇപ്പോൾ അതിന് ശേഷം കുറച്ച് ചെക്കന്മാരൊക്കെ വന്ന് ഇതിലൊക്കെ കൂടെ നമ്മളെ ആറ്റിറ്റ്യൂഡിൽ കുറച്ച് ഇത് വരുത്തിയെന്നാണ് തോന്നുന്നു. പക്ഷെ നല്ല ചേഞ്ചാണ്, പോസിറ്റീവായിട്ടുള്ള. കാരണം ആളുകളായിട്ട് എപ്പോഴും ഒരു നല്ലൊരു ബോണ്ട് നല്ല തന്നെയാണ്. കാരണം ഇന്ന കുറച്ച് ആൾക്കാർക്കുള്ള ഒരു പരാതി അതാണ്. എനിക്കില്ലാത്തൊരു ഇതാണ്. ഞാനും ഒരാൾക്കും അങ്ങനെ അങ്ങോട്ട് വെറുതെ മെസ്സേജ് അയക്കുന്നില്ല, എന്തൊക്കെയുണ്ട്, സുഖം തന്നെയാണോ, അല്ലെങ്കിൽ വെറുതെ വിളിക്കും. എനിക്കത് ഇഷ്ടമല്ല, ഇങ്ങോട്ട് വിളിക്കുന്നത് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ലായിരുന്നു. ശരിക്കും അതിനൊരു പറ്റങ്ങനെ ആവാൻ പാടില്ല, കുറച്ചൊക്കെ ഒരു ഇത് വേണമെന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. നമ്മളെ ലെവലിക്കുള്ള അതേ ആൾക്കാർ കിട്ടണം, കിട്ടിയില്ല. അതിന് നമ്മളെ അതേ മെന്റാലിറ്റിയുള്ള ആൾക്കാരാകുമ്പോൾ, ഇപ്പോൾ സപ്പോസ് ഞാനിതേപോലെ അധികം സംസാരിക്കില്ല, കറക്റ്റ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരാളാകുമ്പോൾ, നമുക്ക് അങ്ങനത്തെ ആളാകുമ്പോൾ പിന്നെ ഈ ഒരു പ്രശ്നമല്ലല്ലോ. ഇങ്ങനെ കറക്റ്റ് സംസാരിക്കണം അല്ലെങ്കിൽ വിളിക്കണം എന്നുള്ള പ്രശ്നമല്ല. അവരും ഇതേ മെന്റാലിറ്റി അല്ലേ. നമ്മൾ മറ്റേ നാട്ടിലേക്ക് ഇറങ്ങല്ലേ, അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലല്ലോ. നാട്ടിലേക്ക് ഇറങ്ങാൻ എങ്ങനെ നിന്നേക്കാം. ടു ബി ഓണസ്റ്റ്, ഞാൻ പഠിക്കുന്ന സമയത്ത് വെക്കേഷൻ ഈ ഹോളിഡേയ്സിൽ ഞാൻ ജോലിക്ക് പോകും. അപ്പോൾ പിന്നെ ആ സമയത്ത് എങ്ങനെ വരെ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ CMAക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ഫുൾ ടൈം പഠിത്തം എന്നുള്ള ഇതായി. അപ്പോൾ TV ഇറങ്ങില്ല. കണക്ഷൻ പോയിണ്ടാവില്ലേ? കണക്ഷൻ പോയിന്ന് മാത്രമല്ല, എനിക്ക് ആ സമയങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് കുറച്ചൊരു ട്രോമാറ്റിക് ഇവൻറ്റ്സ് ഒക്കെ പറയാം ആ ഒരു ടൈമിൽ. അതുകൊണ്ട് തന്നെ സോഷ്യലൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമ്മളെ കംഫർട്ട് സോണായിട്ട് തോന്നുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇത് 3-4 ആൾക്കാർ കുറച്ച് ക്ലോസ് ആയിട്ട്, അതായത് നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യില്ലാന്ന് തോന്നുന്നവർ, അവരായിട്ട് മാത്രമേ അങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങാറുള്ളൂ. അങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാത്രമായി. പിന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ എന്താ ഭയങ്കര ചെറുതാണ്. ചെറുത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് കരുതുന്നവര് ചെറുതാണ്. പരിചയം ഒരുപാട് ആൾക്കാർ. പക്ഷേ അതിലെങ്ങനെ വെച്ചാൽ, ഒന്ന് നമ്മുടെ ചൈൽഡ്ഹുഡ് മുതലേ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, 2 നമ്മളതേ മെന്റാലിറ്റി ഉള്ള ആൾക്കാർ. ഇത്ര ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ, അതും വളരെ കുറവാണ് എണ്ണത്തില്. ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ഭയങ്കര കുറവാണ്. പിന്നെ എന്താ അത് ഞാനൊരാളെ അങ്ങനെ ഫ്രണ്ട്സ് അറിയില്ല. അപ്പോൾ നമ്മൾ ജിമ്മിൽ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ ജിമ്മേറ്റ്സ്, പഠിച്ചവരാണെങ്കിൽ ക്ലാസ്മേറ്റ്സ്. കാരണം ഫ്രണ്ട്സ് പറഞ്ഞാൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റിയവരുണ്ടോ വെച്ച് കഴിഞ്ഞാൽ
ഇവനോ റിംഷാദോ ഏഹ് റിംഷാദോ ആ. ഓനോ ഒന്നിനൊക്കെ അന്ന് കോണ്ടാക്ട് അന്ന് നഷ്ടപ്പെട്ടാണ്. അത് പഠിക്കണ സമയത്തുള്ള ഫ്രണ്ട്സാണ്. അത് ഓൻ തടപ്പറമ്പില്ലേനു അല്ല പക്ഷെ അവനെ എവിടെയോ കണ്ട മാതിരി ഉണ്ടേനു ഓന് ഫസ്റ്റ് കണ്ടപ്പോ. അത് പിന്നെ ചിലവരെ കണ്ട അങ്ങനെയുണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര എവിടെ കണ്ട പോലെ തോന്നും. ഇന്നെ കാണുമ്പോൾ പലരും അങ്ങനെ പറയലുണ്ട്, നിങ്ങൾ എവിടെ കണ്ട്. ആദ്യം കേട്ടോ, ഇപ്പോഴേ അധികം ആദ്യമൊക്കെ അങ്ങനെ പറയലുണ്ടായിരുന്നു. ഓൻ നെല്ലിക്കുത്തില്ല, ഓനെ ഈ അന്നല്ലേ കണ്ട് ഒരു ദിവസം തന്നെ കണ്ട ഡ്രോപ്പ് ചെയ്തെന്ന് പറഞ്ഞ്. ഞാൻ ജിമ്മിന്ന് കണ്ട് മറ്റേ റിംഷാദല്ലേ മറ്റേ ജിം ഇവിടെ അല്ലേ ഫിറ്റ് പ്രോയിലല്ലേ ട്രെയിനർ റിഷാദ് അവൻ തടപ്പമ്പിള്ള. മറ്റവനെ ഞാൻ കണ്ടിരുന്നു. മറ്റവൻ CMA പഠിച്ച ഞങ്ങളെ ഓഫീസിൽ വരലുണ്ടായിരുന്നു എന്തോ ആവശ്യത്തിന്. ഫുഡിന്റെ എന്തോ ഇതിലല്ലേ അക്കൗണ്ടന്റ് ആയിട്ട്. ഇപ്പൊ അങ്ങനെ എന്തോ ആണ് എനിക്കറിയില്ല. CMA സെമി ക്വാളിഫൈഡ് ആണ്, ഫൈനൽ ചെയ്തിട്ടില്ല. ഞാൻ ഓനെ എഴുതി, കാരണം ഒരുവിധം സ്റ്റുഡൻസിനെ പോകാൻ അറിയാം. ഞാൻ ആ മറ്റേ സ്റ്റോറി പറയുന്നുണ്ടേ, എനിക്ക് അക്കൗണ്ട്സിൽ ഡെബിറ്റും ക്രെഡിറ്റും പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. അതില് വേറെ ഉണ്ടാവൂലേ? ഇല്ല, നമുക്ക് ഒരു സെറ്റും കൂടി ഇല്ലേ? ഒരു സെറ്റും കൂടി ഇല്ലേ? പത്ത് സീറ്റിന്റെ 12.5 ചിലപ്പോ പോളൂല്ലേ. നമ്മള് ബൈസെപ്സിൽ ഇതല്ലേ ലാസ്റ്റ് അടിച്ച്. ഞാൻ അവിടെ വർക്കൗട്ട് ചെയ്യണ്ടോ ജിമ്മില്? കാർഡിയാണ്. ആ സമയം ജിമ്മിന് വേണ്ടി മാറ്റി വെച്ചോണ്ടേ. ഇനിയിപ്പോ ഞാൻ വീട്ടിൽ ചെന്നാലും ആ സമയത്ത് പറ്റില്ല. എനിക്ക് ആ സമയം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വർക്കൗട്ട് ചെയ്ത് ശീലമായതുകൊണ്ടേ നമ്മൾ ജിമ്മെങ്ങാനും സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഭയങ്കര എന്തൊക്കെയോ സ്ട്രെസ്, ആങ്സൈറ്റി. എന്താ മെയിൻ ഗോൾ എന്താ? മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ഓവറോൾ ഇമ്പ്രൂവ്മെന്റ് എല്ലാ കാര്യത്തിലും. എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും പറഞ്ഞാൽ മെയിനായിട്ട് ഫിസിക്സ് എന്തായാലും ഇമ്പ്രൂവ് ആക്കി നന്നാക്കി കൊണ്ടുപോകണം. ഫൈനാൻസ് ഹെൽത്ത് ഒന്നും കൂടെ സെറ്റ് ആക്കാനുണ്ട്. പിന്നെ ടീച്ചിങ്ങിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവാനുണ്ട്. എല്ലാത്തിലും ഇമ്പ്രൂവ്മെന്റ്. അതായത് ഇങ്ങനെ ഒരു 3-4 സംഭവത്തിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തുന്നുണ്ട്. എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള ചെറിയ ഗോളുകളൊക്കെ ഉണ്ട്. അല്ല, പുതിയത് തുടങ്ങണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ എഡ്യൂക്കേഷൻ്റെ ക്ലാസിന്റെ അല്ലേ? അങ്ങനെ 1-2 പ്ലാൻ ഉണ്ട്. പക്ഷെ ഞാൻ ഒന്നാമെന്ന് വെച്ചാൽ ഇജും ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ, നമ്മൾ പ്ലാനുകൾ മറ്റാരോടും പറയരുത് എന്നുള്ളത്. കാരണം പറഞ്ഞു കഴിഞ്ഞാല് ആ ഡോപ്പമീൻ അപ്പൊ കിട്ടും. അത് പിന്നെ അതിന്റെ ഒരു ഇത് പോകും. പിന്നെ പറയാൻ പേടിയായിരുന്നു. കാരണം എന്താ വെച്ചാല് അത് നോക്കണ്ട, അങ്ങനത്തെ ആൾക്കാർ വരണം. നല്ല വെയിറ്റ് ഉണ്ട്.
കഴിഞ്ഞില്ലേ? ഏതാ ബുക്ക് ഏതിന് വായിക്കണ്ടോ? ബിസിനസ് 4 hour വർക്ക് വീക്ക് വായിച്ചിട്ടുണ്ട്. 4 hour വർക്ക് വീക്ക്. വർക്ക് വീക്കോ? 4 hour വർക്ക് വീക്ക്. അയിമെന്നാണ് ഈ സംഭവം തന്നെ വന്ന് ഫുള്ള് ഓട്ടോമാറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ പഠിച്ച് ജോലി അത് തന്നെ ഒഴിവാക്കിയത് ഫീൽഡ്. ഞാൻ ശരിക്കും നോൺ ഫിക്ഷൻ വായിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 3 കൊല്ലം മുന്നേക്ക് ആയിരിക്കും ചിലപ്പോൾ. കാരണം ആ സമയത്തേ മെന്റലി ഒന്ന് ചെറുതായി ഡൗൺ ആയി, ഒരു ചെറിയ ഇഷ്യൂ വന്നപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് വായിച്ചത് ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡെയിൽ കാർണിജിയുടെ ഹൗ ടു ഇൻഫ്ലുവൻസ് ഫ്രണ്ട്സ് ആൻഡ് പീപ്പിൾ. അത് ഞാൻ സോഫ്റ്റ് കോപ്പിയാണ് വായിച്ചത്. ഇത് ഹാർഡ് കോപ്പി വാങ്ങിക്കാണ്ടല്ല. പക്ഷെ അത് അടിപൊളി ബുക്കായിരുന്നു. അപ്പോൾ ഞാനൊന്ന് തുടങ്ങി നോക്കിയത് കുറച്ച് മനസ്സിലാവാത്ത സംഭവം. പക്ഷെ എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളെ ഭയങ്കര ഇഷ്ടം. സൈക്കോളജി എനിക്ക് ഇഷ്ടം. പക്ഷെ ലാംഗ്വേജ് കട്ടിയുള്ള മാതിരി ഉണ്ടോ? എനിക്കറിയില്ല. എനിക്കെന്താ പറയുക, എനിക്ക് അങ്ങനത്തെ ലാംഗ്വേജ് കുറച്ച് ഇഷ്ടം. അതായത് ഞാൻ ലാംഗ്വേജ് അത്ര ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടല്ല, പക്ഷെ അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര കട്ടിയുള്ളത് അതാവുമ്പോൾ കുറച്ച് എഫേർട്ട് എടുത്തുകൊണ്ട് പഠിക്കുക. ഞാൻ അതിന്റെ മീനിങ് തെരഞ്ഞു പോകും, എന്താണോ ഉദ്ദേശിക്കുന്നത്. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി ആ ബുക്ക്. അപ്പോൾ അതിനുശേഷമാണ് അത് ശരിക്കും നല്ല ബുക്കാണ്, അടിപൊളി ബുക്കാണ്. അതിനുശേഷമാണ് എനിക്ക് ബുക്കിനോട് താല്പര്യം വന്നത്, നോൺ ഫിക്ഷനോടൊക്കെ. ഇതെങ്ങനെ വെയിറ്റ് എനിക്ക് അറിയില്ല. ഇത് 5 kg ആണ് നോർമൽ സ്റ്റാർട്ടിങ്. ഇങ്ങനെ ചെയ്യുമ്പോ എല്ലാം പോവില്ല, ഇങ്ങനെ ചെയ്യുമ്പോ അത്യാവശ്യം പോകും. ഇത് വേണമെങ്കിൽ ഒരു 20 ഒക്കെ ഇടാം. ഈ സാധനം ആദ്യം ഞാൻ ഇത് ചെയ്യാം. അല്ലല്ല, ആദ്യം ഞാൻ ബാക്കാ ചെയ്യണം. ഇത് ഇങ്ങനെ ചെയ്യുന്നു അല്ലേ? ഇതല്ലേ? ഇത് 4 ആമന് പ്രശ്നമാണ്, ഇങ്ങനെ പിടിക്കണല്ലേ. എന്തോ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ചിലപ്പോ മേ ബി കുറെ ആയിട്ട് ചെയ്യാത്തോണ്ടാണ്. ഞാൻ ബാറില് പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെ നമുക്ക് അതിന്റെ പകരം കേൾ ചെയ്യാം. അതിനുശേഷം ഞാൻ വായിച്ചു ബുക്ക് ആറ്റിറ്റ്യൂഡ് ഈസ് എവരിത്തിങ് എന്ന സാധനം. അത് എനിക്ക് ഭയങ്കര ആ സമയത്ത് ആറ്റിറ്റ്യൂഡ് ഈസ് എവരിത്തിങ് പറഞ്ഞ എന്തിനു അയാളുടെ പേര് എനിക്ക് എന്തോ ഒരു ജെഫ് അങ്ങനെ എന്തോ ആണ് അയാളുടെ പേര്. പക്ഷേ ഞാൻ ചിലവരെന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് ബുക്ക് ഏതാണ്. ഞാനപ്പോൾ ഇതാണ് പറയും. പക്ഷേ ചിലർക്ക് വായിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഇത് കിട്ടണമെന്നുള്ളൂ, അറ്റാച്ച്മെന്റ് കിട്ടണമെന്നുള്ളൊരു ബുക്കിനോട്. അപ്പോൾ ഓരോ നമുക്ക് അത്ര ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടൊന്നുമില്ല എന്ന് പറയലുണ്ടായിരുന്നു. ഓരോരുത്തരും മനസ്സിലാക്കുന്ന രീതി ഓരോമാര്. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഇതായി തോന്നിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അന്നത്തെ ആ സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സിറ്റുവേഷനെ കറക്റ്റ് റിപ്രസെന്റ് ചെയ്തുകൊണ്ടായിരിക്കാം മേ ബി. അതേമാതിരി എല്ലാവരും വായിച്ചിട്ടാണ് അറ്റോമിക് ഹാബിറ്റ്സ്. പക്ഷെ എനിക്ക് നല്ല ഉപകാരപ്പെട്ടു. പെട്ടില്ലേ? എനിക്ക് ഇഷ്ടമായി. പക്ഷെ അതിന് മുന്നേ തന്നെ ഞാൻ എന്താ പറയുക, അതിൽ പറയുന്ന കുറെ സംഭവങ്ങൾ പിന്നെ ഒരുവിധം എല്ലാ ബുക്കിലും ഏകദേശം സെയിം സംഭവങ്ങളാണ് പറയുന്നത്. അത് പല പല രീതിയിൽ പറയുന്നുള്ളൂ. ഇതിന് ഞാൻ ചെയ്യാത്തോണ്ടായിരിക്കും എനിക്ക് 4 ആമിന് എന്തോ ഒരു ബുദ്ധിമുട്ട്. റിസ്റ്റിന് 4 ആമിനല്ല, റിസ്റ്റിന് എന്തോ ഒരു ബുദ്ധിമുട്ട്. അതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ബുക്കാണ് മറ്റേ 5 AM ക്ലബ്. ഇത് വായിച്ചോ? രോഹിത് ശർമ്മ. റോബിൻ ശർമ്മ. മൂപ്പര് ഇന്ത്യക്കാരനല്ല, പക്ഷെ മൂപ്പർക്ക് എന്തോ ഇന്ത്യ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് മൂപ്പരുടെ എല്ലാം ഒരു ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകളാണ്. മേ ബി ചിലപ്പോൾ ഇന്ത്യൻ ഒറിജിനൽ ആയിരിക്കും, എനിക്ക് അറിയില്ല അയാളെ കുറിച്ച്. അയാളുടെ വേറെ ഉണ്ട്, ദ മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെരാരി അങ്ങനെ എന്തൊരു പറഞ്ഞ ബുക്ക്. അതാണ് ഏറ്റവും കൂടുതൽ സെയിലായി പോയത് തന്നെ. പക്ഷെ അത് എനിക്ക് അത്ര ഇഷ്ടമായില്ല. 5 AM ക്ലബ് എനിക്ക് ഭയങ്കര. ആ 5 AM ക്ലബിന് ശേഷം ഞാൻ പണ്ടൊക്കെ 5 മണിക്ക് എണീറ്റ് പഠിക്കലുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ ആ ഒരു സംഭവമൊക്കെ പോയി. കാരണം ഒന്നാമത് നമ്മൾ ചിലപ്പോൾ ലൈഫിൽ കുറച്ചൊന്ന് സെറ്റിലായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ പോകും. നമ്മളെ ഇന്റർത്തെ എക്സാം കഴിഞ്ഞപ്പോൾ ആകെ കൺട്രോൾ പോയി. പിന്നെ കണ്ടന്റ് ക്രിയേഷനൊക്കെ ഒന്ന് സെറ്റ് ആയി വന്നതിന് ശേഷം പിന്നെ
പിന്നെ അങ്ങനെയായിരുന്നു നമ്മളാ പാസ്സായി പിന്നെ ഒരു ജോലിക്ക് കയറി സമയത്ത് പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ എന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ കയ്യിൽ അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് പോണത്. അതെ, കയ്യിൽ നിന്ന് ആകെ പോയി എന്ന് തോന്നിയ സമയത്താണ് ഞാൻ ഈ ബുക്ക് വായിക്കും. പിന്നീട് വീണ്ടും ആ ഒരു 5 AM ആ ഒരു ഇതിലേക്ക് കൊണ്ടുവന്ന ബുക്ക് അതായിരുന്നു. ഇത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്കാണ്. അത് ഓഫീസിലെ പെൺകുട്ടികളൊക്കെ വായിച്ചാൽ കണ്ടില്ലേ, ഞാൻ അതിന് വലിയ വില കൊടുത്തിട്ടില്ല, നോക്കണം. അത് 2.5 അത് മതി. 2.5 മതി. ഞാൻ നോക്കട്ടെ. എനിക്ക് റിസ്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് റിസ്ക് എന്തെങ്കിലും പറ്റിയതായിരിക്കും. എനിക്ക് എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ജിമ്മ എങ്ങനെ ഇപ്പൊ ആഴ്ചയില് 5 ദിവസോ? ഇത് ആഴ്ച 6 ദിവസം ഉണ്ടാവും. ഒരു ദിവസം ബോക്സിങ്. ഞാൻ ഞായറാഴ്ചയും പോകലുണ്ട്. നാളെ 3-3 അല്ലേനോ? 3-2 4-2. ശരി, എല്ലാരും പറയും ഒരു ദിവസം റെസ്റ്റ് എടുക്കണം എന്നുള്ളത്. ശരി തന്നെയാണ്, ഒരു ദിവസം കംപ്ലീറ്റ്. ഞാൻ എന്താ വെച്ചാൽ ഞാൻ പിന്നെ അങ്ങനെ നമ്മുടെ ബോഡി ലിസൺ ടു ദ ബോഡി അറിയാലോ, അതേപോലെ ബോഡിക്ക് ഭയങ്കര സ്ട്രെയിന് തോന്നി കഴിഞ്ഞാൽ മാത്രമേ നിർത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ലോവർ ബോഡിക്കാണ് സ്ട്രെയിൻ എങ്കിൽ അപ്പർ ബോഡി കളിക്കും, അപ്പർ ബോഡിക്ക് സ്ട്രെയിൻ ആണെങ്കിൽ ലോവർ ബോഡി കളിക്കും. അതൊരു മൈൻഡിന്റെ ഒരു ഇതും കൂടിയാണ്. അങ്ങനെ ഒന്നുമുണ്ട്. ചിലര് അത് ധരിച്ചു വെച്ചിരിക്കും 5 ദിവസമൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതിലേറെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. മറ്റേ ബല കണ്ടല്ലോ ഇങ്ങനത്തെ ആൾക്കാര്, അതായത് ടോപ്പ് ലെവല് മെയിൽ ഹൈറാർക്കിയിൽ ടോപ്പിലൊക്കെ ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ എന്നും വർക്കൗട്ട് ചെയ്യുന്ന കാണാം. അതുപോലെ മെന്റൽ എന്നും ഒരേപോലെ. എനിക്കങ്ങനെ ഞാൻ സൺഡേയിലും ചെല്ലും. സൺഡേയിൽ അവിടെ 7 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പൊ ഞാൻ അതിന് മുന്നേ അല്ലാത്ത ദിവസം 7 മണിക്ക പോലെ, സൺഡേയിലാകുമ്പോൾ ഞാൻ 5 മണിയാകുമ്പോൾ പോകും. ഈ ചിലവരത് ചെയ്യും, ഇവനൊക്കെ എന്നും ജിമ്മിൽ തന്നെയാണോ എന്നുള്ള കയ്യിൽ ഇതേ. പക്ഷെ എന്താ വെച്ചാല് നമ്മളിങ്ങനെ ആയി കഴിഞ്ഞാല് ആളുകൾക്ക് തന്നെ അത് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഡെഡിക്കേറ്റഡ് ആണോ അല്ല ഇതെന്നൊക്കെ. കാരണം പലരും ഇങ്ങനെ ഞാൻ ഇന്ന ഇതാക്കി പറയുന്നില്ല, പലരും നമ്മൾ കാണുമ്പോൾ തന്നെ പറയും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണല്ലോ, എനിക്കും അങ്ങനെ ആവും. നമ്മൾ ശരിക്കും എനിക്കൊരിക്കലും തോന്നിയില്ല ഞാൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. ഇത് നമ്മൾ പാർട്ട് ഓഫ് ദി ലൈഫായി മാറി. ഇത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പൊ ഞാൻ പലപ്പോഴും എക്സാമ്പിൾ പറയാം, സ്ഥിരമായിട്ട് വെള്ളം അടിക്കുന്നവര് വെള്ളം അടിച്ചിട്ടില്ലെങ്കിൽ എന്താണ് എനിക്ക് അതേപോലെ ഫീൽ ചെയ്യില്ല. വർക്കൗട്ട് വരാത്ത ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനത് ചെയ്യണില്ല കേട്ടോ, എനിക്ക് റിസ്റ്റ് എന്തോ പ്രശ്നമുണ്ട്, ഞാൻ നിർത്താണ്. ഈ വേണമെങ്കിൽ ഒരു സെറ്റ് കൂടെ ചെയ്തോ. ഇത് സ്ട്രെച്ച് ചെയ്യല്ലേ? സ്ട്രെച്ച് ചെയ്യില്ല. സ്ട്രെച്ചിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് റിക്കവറിക്ക്. അവിടെ പിന്നെ സ്ട്രെച്ചിങ് നിർബന്ധമാക്കിയത് കൊണ്ടേ എനിക്ക് ജിമ്മിന്ന് സ്ട്രെച്ച് ചെയ്തോണ്ട് അങ്ങനെ പ്രശ്നം വന്നില്ല. പക്ഷെ ഓട്ടത്തിന്റെ കേസിൽ നല്ല വന്നത് കേട്ടോ. ഞാൻ പിന്നെ അവിടെ സ്ഥിരം സ്ട്രെച്ച് ചെയ്യലുണ്ട്. ഇവിടുത്തെ വർക്കൗട്ട് ശരിക്കും ഒന്നും അല്ല. ഇവിടുത്തെ വർക്കൗട്ട് ഒന്നും ശരിക്കും ഒന്നും അല്ല. അതായത് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നില്ല. ഈ മസിലുകാരിൽ എന്തൊക്കെ സ്പ്രിന്റിങ്ങിനൊക്കെ പോയപ്പോഴേ ഈ 2 സംഭവം ഉണ്ടല്ലോ, അതാണ് കേറി. പിന്നെ നടക്കാൻ വയ്ക്കാതെ അപ്പൊ മനസ്സിലായി ഫുള്ള് എല്ലാ ജോയിന്റുകളും അളകും. എല്ലാ മസിലും സ്പ്രിന്റും അല്ല, പിന്നെ നമ്മളെ ഫുൾ എഫേർട്ടിനും ഇവിടെ നമ്മളങ്ങനെ ചെയ്യില്ലല്ലോ. നമ്മളവരെ വെയിറ്റിന് ആവശ്യമുള്ളത് പമ്പിങ് ആണ്. അതും ചിലപ്പോൾ നമ്മൾ എല്ലാ വെയിറ്റ് എടുക്കണമെന്നില്ല. അവിടെ പിന്നെ നമ്മൾ മാക്സിമം ഇതെടുക്കുമല്ലോ. വല്ല പോല അത് ചെയ്യാത്തോണ്ടായിരിക്കും ഇത്. പിന്നെ മാത്രല്ല ലെഗ് ചിലർക്ക് അങ്ങനെ ഉണ്ട്. ചിലരുടെ ലെഗ് കുറച്ച് കൂടുതലാകുമ്പോൾ ഈ റേഷ്യോ ഉണ്ടല്ലോ, അത് കുറവുള്ളവർ വ്യത്യാസമുള്ളവർക്ക് ചിലപ്പോ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അല്ല ചെയ്യാത്തോണ്ടാണ്. ചെയ്യാത്തോണ്ട് മുമ്പൊക്കെ
ഇല്ലേ ഇവിടെ ശരിക്കും ഇതിൻ്റെ മെഷീൻസും ഇല്ല ഇതിന്റെ സ്ട്രെച്ച് സ്ട്രെച്ചിങ് ഉണ്ട് ചെയ്യാനില്ല അല്ലേ അവിടെ ഉണ്ടോ? അവിടെ ഉണ്ട്. സ്ട്രെച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് അവിടെ. ബാക്കൊക്കെ മുമ്പായില്ലേ? ബാക്ക് എന്തായാലും മുമ്പായിരിക്കും. ആ കുഴപ്പമില്ല. കുഴപ്പമില്ല. ബൈസ് പിന്നെ എന്ത് അങ്ങനെ മുമ്പായി തോന്നില്ല. ഇത് ബാക്ക് പിടിക്കലുണ്ടോ? ഇങ്ങനെ ഇത് പിടിച്ച് ശീലിച്ചാലേ ഇന്ന് കിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെ ആക്കലുണ്ട്. ആ അതും ഇംബാലൻസ് ഉണ്ടോന്നുണ്ട്. ഇവിടെ കൂടുതലും ഇവിടെ കുറവ്. ഇടത്തെ കൈയോ വലത്തെ കൈയോ അത് ചിലപ്പോൾ നമ്മളെ അത് ചിലപ്പോൾ തോന്നലും ആയിരിക്കും കേട്ടോ. എനിക്കറിയില്ല, എനിക്കും ഉണ്ടായിരുന്ന സെയിം ഫീലിംഗ്. ഞാൻ പിന്നെ ആദ്യ ടൈമിൽ എന്ത് ചെയ്യാറുണ്ട്, ഈ ഇടത്തെ കൈയിൽ മാത്രം റോ അടിക്കും. എക്സ്ട്രാ ഇതിൻ്റെ കൂടെ റോ അടിക്കലുണ്ടായിരുന്നു, മറ്റേ അടിക്കാതെ. ഞാൻ അങ്ങനെ റെഡി ആയതാണോ അറിയില്ല. എനിക്കിപ്പോൾ ഫീലിംഗ് എനിക്കാ തോന്നലുണ്ടാവില്ല. ഇത് പിടിക്കലറിയില്ലേ? അത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇതാക്കാം. ഈ മസിൽ തന്നെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ആക്കാം. ഇങ്ങനെ ബാക്ക് വലിക്കുക. അല്ലല്ല, പോസ് ചെയ്യാൻ. എനിക്ക് ലാഡ്സ് കുറച്ച് അധികം ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇത് പിടിച്ച് ശീലിച്ചാലേ അത് കറക്റ്റായിട്ട് തിരിഞ്ഞു വരുള്ളൂ. ഗ്യാസ് എറിയണോ? ഫുഡ് കഴിച്ചിനാ? ഫുഡ് 2 മണി 3 മണി. ചില ഫുഡ് എനിക്ക് ഭയങ്കര പ്രശ്നം വരലുണ്ട്, ബ്ലോട്ടിങ് ഇഷ്യൂ വരലുണ്ട് ചില ഫുഡ് മെയിനായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ. ഇന്നലെ ഞാനൊരു കല്യാണം എന്തോണ്ട്, അതാണ് തോന്നുന്നത്. ഇത് വേറെ വിടലുണ്ടോ? ഇത് ഇപ്പം എനിക്ക് ഇത് പറഞ്ഞില്ലേ, ഇത് മുറിയായ സമയത്ത് യൂസ് ചെയ്യലുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒന്നുമില്ല. അത് മെയിനായിട്ട് എനിക്ക് പ്രശ്നം എന്തുണ്ടായിരുന്നു, ഈ ബാർബിൾ റോ ഡെഡ് ലിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ. പിന്നെ വർക്കൗട്ട് കാർഡിൽ നിന്ന് ഒഴിവായി, വേറെ വർക്കൗട്ടായി. അപ്പോൾ പിന്നെ അങ്ങനെ പെയിൻ വരലില്ല. ഇത് പിന്നെ എന്താ വെച്ചാൽ ഇതിന്മേൽ ഗ്രിപ്പ് കുറച്ച് കുറയുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് കയ്യിൽ നിന്ന് കിട്ടും, പക്ഷെ എന്താ വെച്ചാൽ ചിലപ്പോൾ ഗ്രിപ്പ് ചിലപ്പോൾ കയ്യിൽ നിന്ന് ഗ്രിപ്പ് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കിയോട്ടെ, ഉണ്ടാക്കാൻ പോലെ പെട്ടെന്ന് നമുക്ക് പിന്നെ യൂസ് ആക്കിയാൽ പോലെ. നിങ്ങളെന്താ കാണാറില്ല.